അപ്പോൾ ഇതിൽ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു നിർത്തിയ ലാസ്റ്റ് പറഞ്ഞതിൽ ആ ഒരു ഹാഫ് പവർ ബാൻഡ്വിഡ്ത്ത്, ഹാഫ് ഫ്രീക്വൻസി ഒരു കൺസെപ്റ്റ് നമ്മൾ പഠിച്ചിരുന്നു. അപ്പോൾ അതിൽ നമുക്ക് എഫ്-ആറും എഫ്-1 ആൻഡ് എഫ്-2 ഇങ്ങനെ 2 ഫ്രീക്വൻസീസ് വന്നിരുന്നു. ഓർക്കുന്നുണ്ടോ അറിയില്ല. അതായത് നമ്മൾ ഒരു ഗ്രാഫ് വരച്ചു. അപ്പോൾ ഇതിന്റെ മാക്സിമം പവർ നമുക്ക് I0യുടെ വാല്യൂ ഇവിടെയാണ് വന്നത്. അപ്പോൾ I0/2 വരുന്ന സമയം എവിടെയാണ്? നമ്മൾ ഇക്വേഷൻ കൊടുത്ത സമയം നമുക്കിവിടെ I0/ഒരു 2 എന്നൊരു കണ്ടീഷൻ വന്നു. ദാറ്റ് ഈസ് അതെന്തെടുക്കാം? I0 into R. ദാറ്റ് ഈസ് P0/2 എന്ന് കൊടുത്തു. അതായത് പവർ അവിടെ എന്ത് ചെയ്യുന്നു? പവർ അവിടെ ഹാഫ് ആവുന്നു. അപ്പോൾ ഇവിടെ വരുന്ന ഫ്രീക്വൻസീസ് നമ്മൾ ഹാഫ് പവർ ഫ്രീക്വൻസീസ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ തന്നെ ഈ സെന്ററിൽ വരുന്ന ഫ്രീക്വൻസി F6 ആണ്. അത് നമുക്ക് എന്തറിയാം? അത് റെസൊണൻസ് ഫ്രീക്വൻസിയാണ്. അപ്പോൾ റെസൊണൻസ് ഫ്രീക്വൻസി രണ്ട് സൈഡിൽ വരുന്നതാണ് അപ്പർ കട്ട് ഓഫ് ഫ്രീക്വൻസി ആൻഡ് ലോവർ കട്ട് ഓഫ് ഫ്രീക്വൻസി F1 F2. ഈ രണ്ട് ഫ്രീക്വൻസി വന്നു. അപ്പോൾ എക്സാമിനേഷന് ചില സമയത്ത് എന്ത് ചെയ്യാം? ഈ ഫ്രീക്വൻസീസ് ഡിറ്റർമിൻ ചെയ്യാൻ വേണ്ടി ക്വസ്റ്റ്യൻസ് ചോദിക്കാം. അപ്പോൾ ആ ഒരു ടൈപ്പിൽ വരുന്ന ക്വസ്റ്റ്യൻ ഈ കിടക്കുന്നത്. അപ്പോൾ ഞാൻ ജസ്റ്റ് ആ ഒരു പ്രോബ്ലം കൂടി പറഞ്ഞതിന് ശേഷം ബാക്കി ചാപ്റ്ററിലോട്ട് പോകാം. ക്വസ്റ്റ്യൻ നോക്കാം. That is an LCR series circuit consists of a resistance of 1000 ohm and an inductance of 100 millihenry and a capacitance of 10 picofarad. Pico means 10 raised to minus 12 ആണ്. Micro 10 raised to minus 2, nano 10 raised to minus 9 ഇങ്ങനെ സ്കെയിൽ പോകുന്നത്. 10 raised to minus 12 farad. If a voltage of 100 volt is applied across the combination field, first the resonance frequency, then Q factor and half power points. അപ്പോൾ ഹാഫ് പവർ പോയിന്റ്സ് എക്സാമിനേഷൻ ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഹാഫ് പവർ പോയിന്റ്സ് ഉദ്ദേശിക്കുന്നത് എന്തായിരിക്കും? അത് അവിടുത്തെ ആ രണ്ട് ഫ്രീക്വൻസീസ് നമ്മൾ അന്ന് പഠിച്ചപ്പോൾ ഉള്ള ഇവിടെ വരുന്ന രണ്ട് ഫ്രീക്വൻസീസ് ആണ് എന്ത് ചെയ്യുന്നത് അവിടെ ചോദിക്കുന്നത്. കണ്ടോ? ഈ ഒരു രണ്ട് ഫ്രീക്വൻസീസ് ഇവിടെ വരുന്നതും ഇവിടെ വരുന്നതും. ഓക്കെ, അപ്പൊ ആ ഫ്രീക്വൻസിയാണ് നമുക്ക് അപ്പർ കട്ട് ഓഫ് ഫ്രീക്വൻസി, ലോവർ കട്ട് ഓഫ് ഫ്രീക്വൻസി പറയുന്നത്. അപ്പൊ ആ ഒരു ഫ്രീക്വൻസി നമുക്ക് എന്ത് ചെയ്യുന്നത് അവിടെ ഡിറ്റർമിൻ ചെയ്യേണ്ടത്. അപ്പൊ തന്നിട്ടുള്ള ഡാറ്റാസ് എല്ലാം എടുത്ത് എഴുതുക. R ഉണ്ട്, L ഉണ്ട്, C ഉണ്ട്. എന്താണ് കണ്ടുപിടിക്കേണ്ടത്? ERMS വാല്യൂ തന്നിട്ടുണ്ട്. അപ്പൊ ഇത്രയും അറിയാമെങ്കിൽ നമുക്ക് റെസൊണൻസ് ഫ്രീക്വൻസി ഈസിലി കണ്ടുപിടിക്കാൻ പറ്റും. FR is equal 1/2 pi റൂട്ട് LC ആണ്. ഇക്വേഷൻ അറിയാലോ, അത് റെസൊണൻസ് ഫ്രീക്വൻസി ഇക്വേഷൻ, വേറെ വേരിയേഷൻ ഒന്നും വരത്തില്ല. അതിൽ കൊടുത്ത് എന്ത് ചെയ്യാം? ഫ്രീക്വൻസി അപ്പർ കട്ട് ഓഫ് റെസൊണൻസ് ഫ്രീക്വൻസി ഡിറ്റർമിൻ ചെയ്യുക. ഇനി അടുത്ത് ക്യൂ ഫാക്ടർ, ക്വാളിറ്റി ഫാക്ടർ, അല്ലെങ്കിൽ നമ്മൾ ഫിഗർ ഓഫ് മെരിറ്റ് എന്ന് പറഞ്ഞ ഒരു ക്യൂ ഫാക്ടറിന്റെ വാല്യൂ വേണം. അത് 1/R into റൂട്ട് ഓഫ് L/C ആണ് എന്ത്? ക്യൂ ഫാക്ടറിന്റെ വാല്യൂ. അപ്പോൾ കൊടുക്കുക. ഇത്രയും തന്നിട്ട് ഡയറക്റ്റ് കിട്ടും. ഇനി അടുത്ത സ്റ്റെപ്പാണ് നമുക്ക് അറിയേണ്ടത്. കാരണം അത് F1 കണ്ടുപിടിക്കണം, F2 കണ്ടുപിടിക്കണം. അപ്പോൾ നമ്മളിവിടെ പഠിച്ച സമയത്ത് ഈ FRന്റെ ഈ ലെഫ്റ്റ് സൈഡിലാണ് എന്ത് വന്നത്? FRന്റെ ഈ ഒരു സൈഡിലാണ് എന്ത് വരുന്നത്? ഇത് FR ആയിരിക്കും. ഈ ഒരു സൈഡിലാണ് F1 വന്നത്. ഇവിടെ വന്നതാണ് എന്ത്? F2 എന്ന് പറയുന്നത്. ഓക്കെ, F2. അപ്പൊ അതില് F1 കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യുക? F1 കണ്ടുപിടിക്കാനായിട്ട് FR മൈനസ് എന്ത് ചെയ്യണം? R/4πL കൊടുക്കണം. ഓക്കെ, FR മൈനസ് R/4πL കൊടുക്കുക. കാരണം നമുക്ക് ഇതിന്റെ ഇങ്ങോട്ടല്ലേ വരേണ്ടത്, ഇതിന്റെ തൊട്ട് മുന്നേ. അപ്പോൾ ഇതിനെ മൈനസ് ചെയ്യണം. ഇതിൽ നിന്ന് മൈനസ് ചെയ്യുക. FR നിന്നും ഈ ഒരു വാല്യൂ എന്ത് ചെയ്യുക? മൈനസ് ചെയ്യുക. അപ്പൊ ഇത്രയും പാരാമീറ്റർ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? അവിടുത്തെ ഫസ്റ്റ് ലോവർ കട്ട് ഓഫ് ഫ്രീക്വൻസി കിട്ടും, F1. അത് എന്ത് ചെയ്യണം? മൈനസ് ചെയ്യണം. അപ്പൊ ആ കിട്ടിയ വാല്യൂ ആണ് ഇതെന്ന് പറയുന്നത്. ഇനി അടുത്ത വാല്യൂ എന്താണ്? അടുത്ത നമുക്ക് അപ്പർ കട്ട് ഓഫ് ഫ്രീക്വൻസി ആണ് വേണ്ടത്. ദാറ്റ് ഈസ് F2 എന്ന് പറയുന്നത്. അപ്പൊ F2 ആണെങ്കിൽ എന്ത് ചെയ്യുക? ഇതിന്റെ ലെഫ്റ്റ് സൈഡിലോട്ടാണ് റൈറ്റ് സൈഡിലോട്ടാണ് വരുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? അവിടെ ആഡ് ചെയ്തെടുക്കേണ്ടി വരും. ഓക്കെ, അപ്പൊ ഈ ഒരു കാര്യമാണ് ഇവിടെ പ്രത്യേകിച്ച് പറയുന്നത്, സൈനിന്റെ കാര്യം. നമുക്ക് F1 F2 കണ്ടുപിടിക്കാൻ ഒരേ ഇക്വേഷൻ തന്നെയാണ്. പക്ഷെ എഫിൽ നിന്നും ആഡ് ചെയ്യുമ്പോൾ എന്താവും? അത് അപ്പർ കട്ട് ഓഫ് ഫ്രീക്വൻസിയും FR നിന്ന് കുറയ്ക്കുമ്പോൾ അവിടെ എന്ത് കിട്ടും? അത് ലോവർ കട്ട് ഓഫ് ഫ്രീക്വൻസി ആയിരിക്കും നമുക്ക് എന്ത് ചെയ്യുന്നത്? കിട്ടുന്നത്. അപ്പൊ അത് നമുക്ക് ഒന്നുകൂടി വെരിഫൈ ചെയ്യാം. കാരണം കണ്ടോ, ഈ വാല്യൂസ് നോക്കിയാൽ മനസ്സിലാവും. ഇതിപ്പോ 158.2 ആണ്. അടുത്ത് വന്നിട്ട് 159 ആണ്. മൂന്നാമത് വന്നത് എന്താണ്? 159.8. അപ്പൊ ഇതെന്ത് വരും? ഇവിടെ 158 വരും. തൊട്ട് മുന്നത്തെ വാല്യൂ ആയിരിക്കും എന്ത്? 100 സോറി, ഇവിടെ വരും 158. 158 ഇവിടെ വരും. 159 ഇവിടെ വരും. 159.8 ഇവിടെ വരും. കണ്ടോ? അപ്പൊ ഇങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്? ആ വാല്യൂസ് വരുന്നത്. അപ്പർ കട്ട് ഓഫ് ഫ്രീക്വൻസി, ലോവർ കട്ട് ഓഫ് ഫ്രീക്വൻസി. അപ്പൊ ആ ഒരു മൈനസും പ്ലസും കാര്യം പറയാൻ പ്രത്യേകിച്ച് ഇപ്പൊ ഒരു പ്രോബ്ലം എടുത്ത് പറഞ്ഞത്. ഓക്കെ, അപ്പൊ ആ ഒരു കാര്യം കൂടെ ഒന്ന് നോക്കുക. ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് തന്നെ ചോദിക്കും. പ്രീവിയസ് ക്വസ്റ്റ്യൻ ഒക്കെ എടുത്ത് നോക്കിയാലും ഈ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഇനി വരുന്നത്. ഒരുപാട് കോംപ്ലിക്കേറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻസ് വരത്തില്ല. നിങ്ങൾ ഡെറിവേഷൻ പഠിച്ച സമയത്ത് ചിലപ്പോൾ ഇതുപോലത്തെ ഇക്വേഷൻസ് ചിലപ്പോൾ അവിടെ പഠിച്ചതാണ്. കാരണം ഇത് കുറച്ച് ഡെറൈവ് ചെയ്തെടുത്തിരിക്കുന്ന ഇക്വേഷൻസ് ആയിരിക്കും. അപ്പൊ ഈ ഒരു 1-2 പ്രോബ്ലംസ് നോക്കുന്ന സമയത്ത് നമുക്ക് അവിടുത്തെ ഇക്വേഷൻസ് ഏതൊക്കെ യൂസ് ചെയ്യണം എന്നുള്ള കാര്യത്തിൽ നമുക്ക് എന്ത് ചെയ്യാം? കുറച്ച് ഐഡിയ കിട്ടും. അപ്പൊ എന്ത് ചെയ്യുക? പ്രോബ്ലംസ് ഒന്നുകൂടി എടുത്തൊന്ന് നോക്കുക. ഈ ടെക്സ്റ്റ് ഉണ്ടെങ്കിൽ പ്രോബ്ലംസ് നോക്കുക. ഇല്ലെങ്കിൽ പ്രീവിയസ് ക്വസ്റ്റ്യൻ എഴുതിയതിനു ശേഷം ചെയ്ത് നോക്കുക. കിട്ടിയില്ലെങ്കിൽ എൻ്റെ അടുത്ത് പറയുക. ഓക്കെ, അപ്പൊ അതാണ് നമ്മൾ ചെയ്ത് നോക്കേണ്ടത്. കാരണം ഇതിലൊക്കെ ചിലതിൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുമ്പോൾ തന്നെ നമ്മൾ ഓർമ്മിക്കുക. ഇവിടെ നമ്മൾ L ഒമേഗ എന്ന് പഠിച്ചു വെച്ചിരിക്കും. പക്ഷെ അവിടെ നമുക്ക് എന്ത് 2πf കൊടുത്താലേ കിട്ടത്തുള്ളൂ. ഓക്കെ, അപ്പൊ ആ കാര്യങ്ങളൊന്ന് അറിഞ്ഞിരിക്കണം. അതാണ് പറയുക. കുറച്ച് പ്രോബ്ലംസ് വർക്ക്ഔട്ട് ചെയ്താലേ നമുക്ക് എന്ത് ചെയ്യത്തുള്ളൂ? ഒരു ഐഡിയ കിട്ടത്തുള്ളൂ. എന്ത് ചെയ്യുക? ഒന്ന് ചെയ്ത് നോക്കുക.
അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്ന പാരലൽ റെസൊണൻസ് സർക്യൂട്ട് ആണ്. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ സീരീസ് റെസൊണൻസ് സർക്യൂട്ട് പഠിച്ചിരുന്നു. അപ്പോൾ അതിന്റെ ബാക്കിയാണ് എന്ത് പാരലൽ റെസൊണൻസ് സർക്യൂട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് പാരലൽ കോമ്പിനേഷൻ ആയിട്ട് എന്ത് ചെയ്യുന്നത് നമ്മൾ കണക്ട് ചെയ്യേണ്ടത്. കഴിഞ്ഞ ദിവസം നമ്മൾ കണക്ട് ചെയ്തത് എങ്ങനെയാണ്, എല്ലാം സീരീസ് ആയിട്ടായിരുന്നു. ഇപ്പൊ ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, ഇപ്പൊ ഇവിടെ നമ്മൾ ഇൻഡക്ടറിനെയും കപ്പാസിറ്ററിനെയും റെസിസ്റ്ററിനെയും സീരീസ് ആയിട്ടും ഇൻഡക്ടർ റെസിസ്റ്ററും പാരലൽ ആയിട്ട് എന്ത് ചെയ്തു, ഒരു കപ്പാസിറ്ററും കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇവിടെ നമുക്ക് ഇനി എന്ത് പാരലൽ കോമ്പിനേഷന്റെ പ്രോബ്ലം ആയിട്ടായിരിക്കും എന്ത് ചെയ്യേണ്ടത്, നമ്മളിവിടെ ചെയ്യേണ്ടത്. ഇപ്പൊ ഇവിടെ നോക്കുക, that is the figure shows the parallel resonance circuit. It consists of a coil of inductance L and a resistance R connected in parallel to a capacitor C. ഓക്കെ, അപ്പൊ ഇത്രയും പാരലൽ കോമ്പിനേഷൻ കണക്ട് ചെയ്തിട്ടുണ്ട്. അത് തിരിച്ച് കണക്ട് ചെയ്യണം, ഇപ്പൊ ഈ പറഞ്ഞിരിക്കുന്ന പോലെ കണക്ട് ചെയ്താൽ മതി. കാരണം തിരിച്ച് കണക്ട് ചെയ്താൽ കിട്ടുമോ എന്ന് ചോദിച്ചാൽ കിട്ടും, പക്ഷെ ഡെറിവേഷനിൽ എന്ത് ചെയ്യേണ്ടി വരും, മാറ്റങ്ങൾ വരുത്തേണ്ടി വരും. അപ്പോൾ നമ്മളിത് കിടക്കുന്ന പോലെ എന്ത് ചെയ്താൽ മതി, പഠിച്ചു പോയാൽ മതി. ഇവിടെ നമ്മൾ ഇൻഡക്ടർ മാറ്റിയിട്ട് കപ്പാസിറ്റർ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ നമുക്ക് ഇതൊരു റിജക്റ്റർ സർക്യൂട്ട് ആണ്. അപ്പൊ നമുക്ക് ആ ഒരു എഫ് ആർ ഫ്രീക്വൻസി റിജക്ട് ചെയ്യാൻ പറ്റും. അപ്പൊ ആ റിജക്ഷൻ അവിടെ നടക്കും, പക്ഷെ എന്ത് ചെയ്യുന്നില്ല, ഇക്വേഷൻസ് മാറ്റേണ്ടി വരും. അപ്പൊ അങ്ങനെ ചുമ്മാ ചെറു സമയം കളയണ്ട, ഡയറക്റ്റ് എന്ത് ഇതുപോലെ തന്നെ പഠിച്ചു പോവുക. അപ്പൊ ഇവിടെ എന്ത് ചെയ്യുന്നു, അപ്ലൈഡ് ഇ എം എഫ് എന്ന് പറയുന്നത് E=E0 e⁻ തന്നെയാണ്. ഇനി ആ ഇൻസ്റ്റന്റീനിയസ് കറണ്ട് ഐ എന്താണ്, I=IL പ്ലസ് IC. കാരണം കറണ്ട് അറിയാലോ, അവിടെ എന്താണ് നമുക്ക് ഇൻഡക്ടർ അക്രോസ് വരുന്ന കറണ്ട് പ്ലസ് എന്ത് വരും, IC എന്ന് പറയുന്നത് കപ്പാസിറ്റർ അക്രോസ് ആയിട്ട് വരുന്ന കറണ്ട്. അപ്പൊ ഇവിടെ നമ്മൾ കഴിഞ്ഞ ഇതിലാണെങ്കിൽ നമ്മൾ കൂടുതൽ ടേംസും വോൾട്ടേജ് ടേംസിലാണ് പോയത്. അപ്പൊ ഇവിടെ നമ്മൾ എന്തായിരിക്കും കറണ്ട് ടേംസിലായിരിക്കും എന്ത് ചെയ്യുന്നത്, ഇതിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. കാരണം കഴിഞ്ഞ ദിവസം നമ്മൾ പഠിച്ച സീരീസ് റെസൊണൻസ് സർക്യൂട്ടിൽ വോൾട്ടേജ് മാഗ്നിഫിക്കേഷൻ ആണ് വന്നത്. കപ്പാസിറ്ററിനും റെസിസ്റ്ററിനും അക്രോസ് ആയിട്ട് വോൾട്ടേജ് എന്ത് ചെയ്യുന്നത്, മാഗ്നിഫൈ ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റി. പക്ഷെ ഈ ഒരു സർക്യൂട്ടിൽ വരുന്നത് കഴിഞ്ഞാൽ ഇവിടെ കറണ്ട് മാഗ്നിഫിക്കേഷൻ ആണ് വരുന്നത്. ഓക്കെ, അപ്പൊ അതാണ് ഈ സീരീസും പാരലും തമ്മിലുള്ള കമ്പാരിസൺ എന്ന് പറയുന്നത്. ഇവിടെ എന്ത് വരും, ഇവിടെ കറണ്ട് മാഗ്നിഫിക്കേഷൻ ആയിരിക്കും വരുന്നത്. Then the potential difference across the branch is same as they are connected in parallel. അപ്പോൾ അവിടെ എന്തായിരിക്കും, പൊട്ടൻഷ്യൽ ഡിഫറൻസ് രണ്ട് ബ്രാഞ്ചസിലും സെയിം ആയിരിക്കും. കറണ്ട് ആയിരിക്കും എന്ത് ചെയ്യുന്നത്, വേരി ചെയ്യുന്നത്. അത് നമുക്ക് സീരീസ് കോമ്പിനേഷനും പാരലൽ കോമ്പിനേഷൻ വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത് പറയുന്നത്. ഓക്കെ, സീരീസ് കോമ്പിനേഷനും പാരലൽ കോമ്പിനേഷൻ കണക്ഷൻസ് അറിയാലോ, റെസിസ്റ്ററിന്റെയും അതുപോലെ തന്നെ കപ്പാസിറ്ററിന്റെ ഒക്കെ. അപ്പൊ ഇവിടെ എന്തായിരിക്കും, കറണ്ട് IL പ്ലസ് IC ആയിരിക്കും രണ്ട് ബ്രാഞ്ചസിൽ കൂടി പോകുമ്പോൾ. കാരണം കറണ്ട് ഇവിടെ വരുമ്പോൾ എന്ത് ചെയ്യും, ക്രിസ്റ്റോഫ് ലാ അനുസരിച്ചിട്ട് രണ്ടായിട്ട് എന്ത് ചെയ്യും, സ്പ്ലിറ്റ് ആയി പോകും. വോൾട്ടേജ് രണ്ടിലും എന്തായിരിക്കും, വോൾട്ടേജിന് അക്രോസ് രണ്ടിലും സെയിം ആയിരിക്കും. ഈ ഒരു ബ്രാഞ്ചിൽ കംപ്ലീറ്റ് എന്തായിരിക്കും, വോൾട്ടേജ് അവിടെ സെയിം ആയിരിക്കും. സോ E by Z is equal to E/R plus J L omega plus E/1 by J C omega. അതായത് ഇവിടുത്തെ കറണ്ടും ഈ മുകളിലത്തെ ടോപ്പ് ബ്രാഞ്ചിലെ കറണ്ടാണ് ഫസ്റ്റ് എഴുതിയിരിക്കുന്നത്, R പ്ലസ് എന്ന് പറഞ്ഞിട്ട്. സെക്കൻഡ് ഈ ലോവർ പാർട്ടിലെ കറണ്ടാണ് എന്ത് എഴുതിയിരിക്കുന്നത്, ഈ സെക്കൻഡിൽ എഴുതിയിരിക്കുന്നത് പ്ലസ് E/1 by J C omega എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അതിനെ സിംപ്ലിഫൈ ചെയ്തെടുത്തു കഴിഞ്ഞാൽ, ഒന്ന് സിംപ്ലിഫൈ ചെയ്തെടുക്കുമ്പോൾ കിട്ടുന്നത് എന്തായിരിക്കും, ദാറ്റ് ഈസ് 1 by Z is equal to 1 by R plus J L omega plus J C omega എന്ന് കിട്ടും. ഇത് നമ്മൾ സിംപ്ലിഫൈ ചെയ്തെടുക്കുന്ന സമയത്ത്. അടുത്ത് നോക്കുക, ഈ 1 by Z is equal to എന്ത് കിട്ടി, 1 by Z is equal ഇതല്ലേ കിട്ടിയത്. അപ്പൊ ഇതിന് ഞാൻ എന്ത് ചെയ്തു, ഇതിപ്പോ ഒരു കോംപ്ലക്സ് നമ്പർ ആയതുകൊണ്ട് ഒരു കോംപ്ലക്സ് കോൺജുഗേറ്റ് എടുത്ത് മുകളിലും താഴെ എന്ത് ചെയ്തു, മൾട്ടിപ്ലൈ ചെയ്തു. അപ്പൊ മുകളിൽ എനിക്ക് R minus J L omega എന്ന് കിട്ടി. അപ്പൊ ഡിവൈഡ് ബൈ R plus J L omega കൂടെ നമുക്ക് എന്തുകൂടി വരുമായിരുന്നു, ഇവിടെ ഒരു ഈ ഒരു ടേം R minus J L omega എന്ന് പറഞ്ഞ ടേം കൂടി എന്ത് ചെയ്യും, ഇതിനകത്ത് വരുമായിരുന്നു. അപ്പൊ അതിന് എന്ത് എഴുതാം, R square plus L square omega square, A plus B into A minus B ഫോമിൽ എന്ത് ചെയ്തു, R square plus L square omega square എന്ന് എഴുതിയിട്ടുണ്ട്. ന്യൂമറേറ്ററിൽ R minus J L omega എന്ന് കിട്ടി പ്ലസ് J C omega. ഓക്കെ, അപ്പൊ ഇതാണ് നമുക്ക് ഇവിടെ കിട്ടുന്നത് 1 by Z ന്റെ വാല്യൂ. നമുക്ക് നേരത്തെ എല്ലാം Z ന്റെ വാല്യൂ കിട്ടിക്കൊള്ളു, ഇപ്പോൾ കിട്ടിയാൽ എന്താണ് 1 by Z ന്റെ വാല്യൂ. കാരണം ഇനി ഇതിനകത്ത് വരുന്ന ഒരു ടേം ആണ് അഡ്മിറ്റൻസ് എന്ന് പറയുന്നത്. നമ്മൾ ഇംപെഡൻസിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ് അഡ്മിറ്റൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇനി എന്ത് ചെയ്യുക, ഇതിനകത്ത് ബാക്കി സിംപ്ലിഫിക്കേഷൻ ഒക്കെ ഒന്ന് കൊടുക്കുക. നമ്മൾ ഇവിടെ ഇതിനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതിയിട്ടുണ്ട്. ദാറ്റ് ഈസ് നേരത്തെ നമ്മൾ കഴിഞ്ഞ ഇതിൽ ചെയ്ത പോലെ തന്നെ ഇവിടെ എന്ത് ചെയ്തു, ഇതിനെ സ്പ്ലിറ്റ് ചെയ്തു. ദാറ്റ് ഈസ് ഇതിനകത്ത് എന്ത് ചെയ്തു, ഈ R square plus L square omega square നെ R ന്റെ ബ്രാഞ്ച് ആയിട്ടും ബാക്കിയുള്ളതിനെ എന്ത് ചെയ്തു, ആ J യുടെ കോംപ്ലക്സ് നമ്പർ വന്നതിനെല്ലാം കൂടി ഒരു ഇമാജിനറി പാർട്ടായിട്ട് എന്ത് ചെയ്തു, സ്പ്ലിറ്റ് ചെയ്ത് എഴുതി. അതാണ് ഈ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അപ്പൊ രണ്ട് ടേം ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തു. ഇനി കറന്റ് ത്രൂ ദ സർക്യൂട്ട് I is equal to E by Z, അല്ലെങ്കിൽ E into 1 by Z എടുക്കാൻ പറ്റും. അപ്പൊ എന്ത് ചെയ്താൽ മതി, കറണ്ട് കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് E by Z എന്ന് അറിയാം. അതിനെ E into 1 by Z എടുക്കും. കാരണം നമ്മളിപ്പോ 1 by Z ന്റെ വാല്യൂ എന്ത് ചെയ്തിരിക്കുന്നത്, ഇവിടെ കണ്ടുപിടിച്ച് വെച്ചിരിക്കുന്നത്. അപ്പൊ I is equal to E into എന്ത് ചെയ്യുക, ഈ 1 by Z ന്റെ വാല്യൂ എന്ത് ചെയ്യുക, ഇവിടെ ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 1 by Z ന്റെ വാല്യൂ ആണ് ഈ കിടക്കുന്ന ഇത്രയും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, വീണ്ടും രണ്ട് ടേംസ് അവിടെ കിട്ടി. അപ്പൊ ഈ രണ്ട് ടേംസ് കിട്ടിയതിൽ ആദ്യത്തെ ബ്രാഞ്ച്, അതായത് റിയൽ പാർട്ടുള്ള ബ്രാഞ്ചിനെ ഞാൻ A cos phi എന്നും ഇമാജിനറി പാർട്ടുള്ള ബ്രാഞ്ചിനെ A sin phi എന്നും എടുത്തിട്ടുണ്ട്. ഓക്കെ, രണ്ട് ബ്രാഞ്ച് ആയിട്ട് എന്ത് ചെയ്തു, സ്പ്ലിറ്റ് ചെയ്തു. അത് മാത്രമേ ഉള്ളൂ വ്യത്യാസം അവിടെ.
അപ്പോൾ എനിക്കിനി ഇതിനകത്ത് എന്തെടുക്കാം? ഇതിന് പകരം ഈ r/r² പ്ലസ് l ഒമേഗ സ്ക്വയർ എന്നൊക്കെ എഴുതുന്നതിന് പകരം എനിക്ക് e ഇൻറ്റു a cos phi പ്ലസ് j a sin phi എന്ന് എന്ത് ചെയ്യാൻ പറ്റും? എഴുതാൻ പറ്റും. അത് a cos phi പ്ലസ് j a sin phi എന്ന് പറയുന്നതിന് തുല്യമാണ് എന്ത്? a e റൈസ് ടു ഈ i തീറ്റ അല്ലെങ്കിൽ phi j തീറ്റ എന്ന് പറയുന്നത്. ഓക്കെ. j തീറ്റ അല്ല ഇവിടെ phi ആണ് വരുന്നത്. അപ്പോൾ ആ ഒരു വാല്യൂ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കൺവേർട്ട് ചെയ്യാൻ പറ്റും. കാരണം സിംപ്ലിഫൈ ചെയ്ത് ട്രിഗണോമെട്രിക് ഐഡന്റിറ്റീസ് ആയിട്ട് എഴുതിയെന്നേ ഉള്ളൂ. ഇനി കാരണം നമുക്ക് ഇതിനെ ഒന്ന് സ്ക്വയർ ചെയ്ത് കഴിഞ്ഞാൽ a sin സ്ക്വയർഡ് a പ്ലസ് cos സ്ക്വയർഡ് a എന്താണ്? 1 ആണ്. അപ്പോൾ നമുക്കിവിടെ സ്ക്വയർ ചെയ്യുന്ന ടൈമിൽ a സ്ക്വയർ കിട്ടും. കണ്ടോ? a സ്ക്വയർ. അപ്പോൾ ഈ ഒരു ടേമിൽ ലെഫ്റ്റ് സൈഡ് ആണ് നമ്മൾ സ്ക്വയർ ചെയ്തത്. അപ്പോൾ അതെന്തായി മാറി? sin സ്ക്വയർ പ്ലസ് cos സ്ക്വയർ a യിൽ a സ്ക്വയർ മാത്രം വരും. sin സ്ക്വയർ a പ്ലസ് cos സ്ക്വയർ a എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? അതിൽ a എന്ന് മാത്രം വരും. കാരണം sin cosഉം 1 ആയിട്ട് മാറും. ബാക്കി എന്ത് ചെയ്തു? നമുക്ക് ഇവിടെയുള്ള ഈ ഒരു കംപ്ലീറ്റ് ടേമിൽ ഇത്രയും ടേമിന് പകരമാണ് നമ്മളിപ്പോൾ ഇങ്ങനെ എടുത്തിരുന്നത്. കണ്ടോ? a cos phi j sin phi എന്ന് എടുത്തിരുന്നത്. അപ്പോൾ അത്രയും ടേം കംപ്ലീറ്റ് എന്തായി? ഒന്ന് സ്ക്വയർ ടേം ആയിട്ട് മാറിയിട്ടുണ്ട്. ഇതെല്ലാം സ്ക്വയർ ടേം ആയിട്ട് മാറി. ഇനി അടുത്ത് നമ്മൾ ചെയ്തത് ഇതിന്റെ അഡ്മിറ്റൻസിന്റെ വാല്യൂ ഉണ്ട്. അപ്പോൾ അഡ്മിറ്റൻസിന്റെ വാല്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്താൽ മതി? ഇതിന്റെ സ്ക്വയർ ഒന്ന് മാറ്റിയതിന് ശേഷം ഈ കിടക്കുന്ന a സ്ക്വയർ മാറ്റിയിട്ട് അവിടെ എന്ത് ചെയ്യുക? y യുടെ ഇക്വേഷനിലോട്ട് മാറ്റിയില്ലേ? y എന്ന് വെച്ചാൽ അഡ്മിറ്റൻസിന്റെ വാല്യൂ വരുന്നത് r പ്ലസ് j ഇൻറ്റു ഒമേഗ സി ആർ സ്ക്വയർ പ്ലസ് ഒമേഗ ക്യൂബ് എൽ സ്ക്വയർ സി മൈനസ് ഒമേഗ എൽ എന്നാണ്. അപ്പോൾ ഇത് നമ്മൾ കൊടുത്ത് എന്താണ് ചെയ്തു? അതിനെ ഒന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തു. രണ്ടും കൂടി എന്ത് ചെയ്തു? ആ സ്ക്വയേഴ്സ് മാറ്റിയിട്ട് ഇതിന് അങ്ങോട്ടും ഇതിന് ഇങ്ങോട്ടും എന്ത് ചെയ്തു? ഒന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തതിന് ശേഷമുള്ള ഇക്വേഷൻ ആണ് കിടക്കുന്നത് ഈ കിടക്കുന്നത് y is equal to r plus j into omega c r square plus omega cube l square c minus omega l എന്ന് പറയുന്നത് ഡിവൈഡ് ബൈ r square plus omega square l square എന്ന് കിട്ടും. ഓക്കെ. ആ സ്ക്വയർ ടേം കംപ്ലീറ്റ് ആയിട്ട് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇത് അവിടുത്തെ അഡ്മിറ്റൻസ് ആണ്. അഡ്മിറ്റൻസ് മീൻസ് നമ്മുടെ ഇംപെഡൻസിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ് എന്ത്? അഡ്മിറ്റൻസ് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് അഡ്മിറ്റൻസ് is equal to 1 by z ആണ്. ഓക്കെ. അഡ്മിറ്റൻസിന്റെ വാല്യൂ എന്ന് വെച്ചാൽ 1 by z ആയിരിക്കും. അപ്പോൾ നമ്മൾ അവിടെ ഇംപെഡൻസിന്റെ കണ്ടീഷൻ വെച്ചിട്ടാണ് എന്ത് ചെയ്തത്? പറഞ്ഞത്. കാരണം രണ്ടും ഈക്വൽ ആവുന്ന സമയത്ത് XL-ഉം XC-യും ഈക്വൽ ആവുന്ന സമയത്ത് എന്ത് ചെയ്യുന്നുണ്ട്? അവിടെ ഇംപെഡൻസ് എന്ന് പറയുന്നത് ഒരു റെസിസ്റ്റൻസ് മാത്രമായിട്ട് മാറുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് ചെയ്യും? അതേപോലെ ഇവിടെ നമ്മൾ പറയുന്നത് ഇവിടുത്തെ അഡ്മിറ്റൻസ് മിനിമം ആക്കുക എന്നാണ്. ഓക്കെ. അഡ്മിറ്റൻസ് മിനിമം ആക്കുക. അപ്പോൾ ഇതിൽ റെസൊണൻസ് ഫ്രീക്വൻസി കണ്ടീഷൻ മീൻസ് ആർ ഒമേഗ സി ആർ സ്ക്വയർ പ്ലസ് ഒമേഗ ക്യൂബ് എൽ സ്ക്വയർ സി മൈനസ് ഒമേഗ ഇസ് ഈക്വൽ ടു 0 ഓർ ഒമേഗ ഇസ് ഈക്വൽ ടു ഒമേഗ ആർ ആവുക. അതായത് റൂട്ട് ഓഫ് എൽ ബൈ സി മൈനസ് ആർ സ്ക്വയർ ബൈ എൽ സ്ക്വയർ. ഇതായിരിക്കും എന്താ അവിടുത്തെ റെസൊണൻസ് കണ്ടീഷൻ എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ ഈ ഒരു വാല്യൂ ഈക്വൽ ആവുന്ന സമയത്താണ് എന്ത് നമുക്ക് ഇവിടെ റെസൊണൻസ് കിട്ടുന്നത്. ഈ ഒരു പാരലൽ റെസൊണൻസ് സർക്യൂട്ട്. മറ്റൊന്ന് കുറച്ച് ഈസി ആയിരുന്നു. x ഈക്വൽ ടു x എന്ന് പറഞ്ഞാൽ മതി. പക്ഷേ ഇവിടെ നമുക്ക് എന്താണ് ഇത്രയും ടേംസ് ഇവിടെ വരുന്നുണ്ട്. ഓക്കെ. അത്രയും ഒരു വേരിയേഷൻ മാത്രമേ ഉള്ളൂ ഇവിടെ വരുന്നത്. അപ്പോൾ ഇതാണ് നമുക്ക് എന്താ റെസൊണൻസ് ഫ്രീക്വൻസി കണ്ടീഷൻ കിട്ടുന്നത്. അപ്പോൾ റെസൊണൻസ് ഫ്രീക്വൻസി ഇക്വേഷൻ എന്തായിരിക്കും? ദാറ്റ് ഈസ് FR is equal to 1 by 2 pi into root of L by C minus R square by L square എന്ന് കിട്ടും. ഓക്കെ. അപ്പോൾ ഇതാണ് അവിടുത്തെ റെസൊണൻസ് ഫ്രീക്വൻസി എന്ന് പറയുന്നത്. അപ്പോൾ റെസൊണൻസ് ഫ്രീക്വൻസി ആവുന്ന സമയത്ത് അഡ്മിറ്റൻസ് എന്തായിരിക്കും? അഡ്മിറ്റൻസ് മിനിമം ആയിരിക്കും. അഡ്മിറ്റൻസ് മീൻസ് ഏകദേശം ഒരു കണ്ടക്ഷന്റെ പ്രോപ്പർട്ടിയാണ്. അല്ലെങ്കിൽ എന്ത് ചെയ്യുക? കടത്തി വിടുക, അഡ്മിറ്റ് ചെയ്യുക. അതാണ് അഡ്മിറ്റൻസ് എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. കടത്തി വിടുക. അപ്പോൾ ഇവിടെ റെസൊണൻസ് ഫ്രീക്വൻസി ആവുന്ന സമയത്ത് അഡ്മിറ്റൻസ് മിനിമം, ഇംപെഡൻസ് എന്ത് മാക്സിമം ആവും. മറ്റേത് ശരിക്കും ഇംപെഡൻസ് കുറയുകയാണ് ചെയ്യുന്നത്. ഇംപെഡൻസ് ആ റെസിസ്റ്ററിന്റെ വാല്യൂ മാത്രമായിട്ട് മാറി. പക്ഷേ ഇവിടെ എന്ത് ചെയ്യുന്നു? ഇവിടെ ഇംപെഡൻസ് കൂടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഇംപെഡൻസ് കൂടിക്കഴിഞ്ഞാൽ ആ ഒരു റെസൊണൻസ് ഫ്രീക്വൻസി ഇവിടെ എന്ത് ചെയ്യും? ഈ റെസൊണൻസ് ഫ്രീക്വൻസി ഇവിടെ ഇത് റിജക്ട് ചെയ്ത് കളയും. ഓക്കെ. ഈ ഒരു പാരലൽ റെസൊണൻസ് സർക്യൂട്ട് ഇപ്പോൾ നമ്മൾ പറഞ്ഞല്ലോ കഴിഞ്ഞ ദിവസം നമ്മൾ 10 കിലോ ഹെർട്സ് എന്നൊക്കെ പറഞ്ഞ പോലെ ഒരു 10 കിലോ ഹെർട്സ് ആണ് നമ്മൾ ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുന്നതെങ്കിൽ ആ ഒരു ഫ്രീക്വൻസി എത്തുമ്പോൾ എന്ത് ചെയ്യും? ഈ ഒരു സർക്യൂട്ട് അതിനെ റിജക്ട് ചെയ്ത് കളയും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു സർക്യൂട്ടിനെ പറയുന്ന പേരാണ് എന്ത്? റിജക്ടർ സർക്യൂട്ട്. മറ്റേ റെസിസ്റ്റൻസ് ഇൻഡക്റ്റീവ് ആൻഡ് കപ്പാസിറ്റീവ് കറന്റ്സ് ആർ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ്. അപ്പോൾ എന്ത് ചെയ്തു? മറ്റടുത്ത വോൾട്ടേജ് ഈക്വലും ഓപ്പോസിറ്റ് വന്ന പോലെ ഇവിടെ എന്താണ്? ഇവിടെ കറന്റ് ആണ് ഈക്വലും ഓപ്പോസിറ്റും ആയിട്ട് വരുന്നത്. ഓക്കെ. അപ്പോൾ ഈ ഒരു ഫിഗർ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അവിടെ റിജക്ഷൻ കാണാൻ പറ്റും. കാരണം ഇവിടെ എന്ത് ചെയ്യുന്നു? ഈ ഒരു ഫ്രീക്വൻസി എത്തുന്ന സമയത്ത് അവിടെ കറന്റിന് എന്താണ്? മിനിമം വാല്യൂ ഉള്ളൂ. കഴിഞ്ഞ ദിവസം നമ്മൾ വരച്ച ഗ്രാഫ് എങ്ങനെയാണ് വന്നത്? തിരിച്ചാണ് വന്നത്. ഉണ്ടോ? ഇങ്ങനത്തെ ഗ്രാഫാണ് വന്നത്. അപ്പോൾ അതിന് കറന്റ് മാക്സിമം വാല്യൂ. പക്ഷേ ഇവിടെ എന്താണ്? ഇവിടെ ഇതിനൊരു മിനിമം വാല്യൂ എന്ത് ചെയ്യുന്നത്? കിട്ടുന്നത്. അപ്പോൾ ഇതാണ് റിജക്ടർ സർക്യൂട്ട് അല്ലെങ്കിൽ പാരലൽ റെസൊണൻസ് സർക്യൂട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ചിലപ്പോൾ എക്സാമിനേഷന് വേണേൽ ചോദിക്കാം, 1 മാർക്കിന് ചോദിക്കാം, വൈ ദ സീരീസ് റെസൊണൻസ് സർക്യൂട്ട് ഈസ് കോൾഡ് അക്സെപ്റ്റർ സർക്യൂട്ട് ഓർ വൈ പാരലൽ റെസൊണൻസ് സർക്യൂട്ട് ഈസ് കോൾഡ് റിജക്ടർ സർക്യൂട്ട്. അപ്പോൾ എന്ത് ചെയ്താൽ മതി? ഫോർ എ റിജക്ടർ സർക്യൂട്ട് അറ്റ് റെസൊണൻസ് കണ്ടീഷൻ ദ കറന്റ് ഈസ് minimum and the impedance is maximum. So the circuit will reject the frequency of resonance, then it is called a rejector circuit. Okay. അപ്പോൾ അത്രയും എന്ത് ചെയ്യുക? അവിടെ എഴുതുക. അതാണ് റിജക്ടർ സർക്യൂട്ടിന്റെ കേസ്. ഇവിടെ കണ്ടീഷൻ പറഞ്ഞിട്ടുണ്ട് 1 by LC ഗ്രേറ്റർ ദാൻ R square by L square ആയിരിക്കും.
റെസൊണൻസ് കണ്ടീഷൻ ആണ് പറഞ്ഞിരിക്കുന്നത്. അറ്റ് റെസൊണൻസ് ഇസഡ് ഈസ് ഈക്വൽ ടു 1/OE ആയിരിക്കും ആർ സ്ക്വയർ പ്ലസ് എൽ സ്ക്വയർ ഒമേഗ സ്ക്വയർ എന്ന് കിട്ടും. ഓക്കെ, അത് ഇസഡിന്റെ വാല്യൂ ആയിട്ട് ബന്ധപ്പെട്ടുള്ള ഇക്വേഷൻ ദാറ്റ് ഈസ് ഈക്വൽ ടു L/CR. ഇംപെഡൻസ് അറ്റ് റെസൊണൻസ് കാൾഡ് ഡൈനാമിക് റെസിസ്റ്റൻസ്. ആ ഒരു ടൈമിൽ ഇംപെഡൻസിനെ പറഞ്ഞത് എന്ത്? ഡൈനാമിക് റെസിസ്റ്റൻസ്. അപ്പൊ ഇത്രയാണ് പാരലൽ സർക്യൂട്ട്. ഏറ്റവും ഇമ്പോർട്ടന്റ് സീരീസ് ആണ്, എന്നാലും എന്ത് ചെയ്യുക, ഇതും കൂടി പഠിച്ചിരിക്കുക, ഈ ഒരു പാരലൽ റെസിസ്റ്റൻസ് സർക്യൂട്ട് കൂടി. പിന്നെ ഇവിടെ അതിന്റെ കമ്പാരിസൺ കൊടുത്തിട്ടുണ്ട്, കമ്പാരിറ്റീവ് സ്റ്റഡിയാണ്. ജസ്റ്റ് ഞാൻ പെട്ടെന്ന് വായിച്ചു വിടാം. ദാറ്റ് ഈസ് ഇൻഡക്റ്റീവ് ആൻഡ് കപ്പാസിറ്റർ വോൾട്ടേജ് ആർ ഈക്വൽ. ഇവിടെ എന്തായിരിക്കും? കറണ്ട് ആയിരിക്കും ഈക്വൽ ആവുന്നത്. റെസൊണൻസ് ഫ്രീക്വൻസി ഇവിടെ 1/2π√LC മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ. പക്ഷേ ഇവിടെ എന്ത് ചെയ്യുന്നു? ഇവിടെ അതിനകത്ത് കമ്പോണൻസിലുള്ള എല്ലാത്തിനും എന്ത് ചെയ്യുന്നു? ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ. 1/LC ഉണ്ട്, ആറും ഉണ്ട്, കണ്ടോ? എല്ലാത്തിനെയും ഡിപ്പെൻഡ് ചെയ്യുന്നു. ഇനി റെഫറൻസ് കണ്ടീഷനിലാവുന്ന സമയത്ത് ഇസഡ് എന്താണ്? ഇംപെഡൻസ് എന്ന് പറയുന്നത് അവിടെ ആകെയുള്ള ഇംപെഡൻസ് ആറിന്റെ വാല്യൂ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇംപെഡൻസ് കുറയും, കറണ്ട് മാക്സിമം ആവും. പക്ഷെ ഇവിടെ വരുമ്പോൾ എന്താണ്? ഇവിടെ ഇസഡ് ഇസ് ഈക്വൽ ടു L/CR ആണ്. ഇൻഡക്റ്റീവ് റിയാക്ടൻസ് തരാം, കപ്പാസിറ്റീവ് റിയാക്ടൻസ് തരാം, റെസിസ്റ്റൻസ് തരാം. എല്ലാം കൂടി ഇംപെഡൻസ് ടോട്ടലി ഹൈ ആവും. പവർ ഫാക്ടർ യൂണിറ്റി ആണ്, ഇവിടെ യൂണിറ്റി ആണ്. ഇനി റെസൊണൻസ് കണ്ടീഷനിൽ ഇംപെഡൻസ് എന്തായിരിക്കും? മിനിമം. അഡ്മിറ്റൻസ് എന്തായിരിക്കും? മാക്സിമം ആയിരിക്കും. ഓക്കെ, അഡ്മിറ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അഡ്മിറ്റ് ചെയ്യുക അല്ലെങ്കിൽ അലോ ചെയ്യുക, അതാണ് മീനിങ് എന്ന് പറയുന്നത്. അടുത്ത റെസൊണൻസ് കണ്ടീഷനിൽ ഇംപെഡൻസ് മാക്സിമം, അഡ്മിറ്റൻസ് എന്തായിരിക്കും? മിനിമം ആയിരിക്കും. ദെൻ മാക്സിമം കറണ്ട് ഫ്ലോ അറ്റ് റെസൊണൻസ്. മാക്സിമം കറണ്ട് എന്ത് ചെയ്യും? അവിടെ ഫ്ലോ ചെയ്യും ആ ഒരു റെസൊണൻസ് കണ്ടീഷനിൽ. ഇവിടെ എന്താണ്? സർക്യൂട്ട് അലോസ് മിനിമം കറണ്ട് അറ്റ് റെസൊണൻസ്. അപ്പോൾ സർക്യൂട്ട് ഇവിടെ എന്ത് ചെയ്യുന്നുള്ളൂ? മിനിമം കറണ്ട് എന്ത് ചെയ്യുന്നുള്ളൂ? ബൈപാസ് ചെയ്ത് വിടുന്നുള്ളൂ. അപ്പൊ ഇതെന്താണ്? അക്സെപ്റ്റഡ് സർക്യൂട്ട് ആണ്. സീരീസ് റെസൊണൻസ് സർക്യൂട്ട്, അക്സെപ്റ്റഡ് സർക്യൂട്ട്. ഇതെന്താണ്? ഇത് റിജക്റ്റഡ് സർക്യൂട്ട് ആണ്. മറ്റേ റെസൊണൻസ് സർക്യൂട്ട് എക്സിബിറ്റ് ഓൾട്ടേജ് മാഗ്നിഫിക്കേഷൻ. ഇവിടെ എന്താണ് വരുന്നത്? ഇവിടെ കറണ്ട് മാഗ്നിഫിക്കേഷൻ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യുക? നോക്കുക. ഇത്രയാണ് സീരീസും പാരലലും ആയിട്ട് കണക്ട് ചെയ്ത് പറയേണ്ടത്. ഇനി അടുത്ത ടോപ്പിക് എന്ന് പറഞ്ഞാൽ ചോക്ക് ഓയിൽ ആണ്. അപ്പൊ ഈ ചോക്ക് ഓയിലിന്റെ ആപ്ലിക്കേഷൻ പറഞ്ഞുതരാം. കാരണം നമ്മൾ സാധാരണ കറണ്ട് ലിമിറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഒരു ഡിവൈസ് ആണ് റെസിസ്റ്റർ എന്ന് പറയുന്നത്. നമ്മൾ സർക്യൂട്ടിൽ കറണ്ട് ലിമിറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു മെയിൻലി യൂസ് ചെയ്യുന്ന ഒരു ഡിവൈസ് ആണ് റെസിസ്റ്റർ എന്ന് പറയുന്നത്. അപ്പൊ ചെറിയ ചെറിയ കമ്പോണൻസിൽ അല്ലെങ്കിൽ ചെറിയ ചെറിയ സർക്യൂട്ടിൽ റെസിസ്റ്റർ വെച്ചാൽ വലിയ കുഴപ്പമില്ല. കാരണം അത്രയും പവർ ഡിസിപ്പേഷൻ എന്ത് ചെയ്യില്ല, അവിടെ വരത്തില്ല. കാരണം കുറച്ച് പവർ അല്ലേ അവിടെ യൂസ് ചെയ്യുന്നുള്ളൂ. പക്ഷെ ഇപ്പൊ നമ്മളൊരു കുറച്ച് കൂടിയ സർക്യൂട്ടിൽ അല്ലെങ്കിൽ വോൾട്ടേജ് കൂടിയ സർക്യൂട്ടിലൊക്കെ നമ്മളൊരു റെസിസ്റ്റർ വെച്ച് കഴിഞ്ഞാൽ ഒന്ന് അതിന് വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ പറ്റില്ല. തീരെ ചെറിയ റെസിസ്റ്റൻസ് വാല്യൂ ഒക്കെ ആണെങ്കിൽ എന്ത് ചെയ്യാം? വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ മറ്റൊരു പ്രോബ്ലം, അവിടെ എന്ത് ചെയ്യാം? ഹീറ്റ് എനർജി ലോസ് ഉണ്ടാകും. കാരണം ഈ ഒരു റെസിസ്റ്റർ സംഭവിക്കുന്നത്, റെസിസ്റ്റർ അതിന്റെ റെസിസ്റ്റൻസ് പ്രോപ്പർട്ടി ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യും? അവിടെ വരുന്ന കറണ്ടിനെ ഹീറ്റ് എനർജി കൺവേർട്ട് ചെയ്ത് തെർമൽ എനർജി ആയിട്ട് കളയുന്നത്. അത് ശരിക്കും വേസ്റ്റ് ആണ്. നമുക്കത് യൂസ്ഫുൾ ആയിട്ട് മാറ്റാൻ പറ്റില്ല. അപ്പൊ ഇങ്ങനെ എന്ത് ചെയ്യും? ഇവിടെ ഈ ഒരു റെസിസ്റ്റർ കണ്ടിന്യൂസ് ആയിട്ട് എന്ത് ചെയ്യും? പവറിനെ ഡിസിപ്പേറ്റ് ചെയ്ത് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കും, ഹീറ്റ് ആയിട്ട് കളഞ്ഞുകൊണ്ടിരിക്കും എനർജിയെ. ഓക്കെ, അപ്പൊ അങ്ങനെ വരുന്നതുകൊണ്ട് അതിന് പകരം യൂസ് ചെയ്യുന്ന ഒരു ഡിവൈസ് ആണ് ഈ ചോക്ക് ഓയിൽ എന്ന് പറയുന്നത്. അപ്പൊ ചോക്ക് ഓയിൽ എന്ന് വെച്ചാൽ വേറെ ഒന്നുമല്ല, ജസ്റ്റ് ഒരു ഇൻഡക്ടർ ആണ്. അപ്പോൾ അത് ഒന്നുകിൽ എയർ കോർ ഇൻഡക്ടർ ആവാം, അല്ലെങ്കിൽ ഫെറൈറ്റ് കോർ, അങ്ങനെ കോർ മാറ്റാം. അപ്പൊ അങ്ങനത്തെ ഇൻഡക്ടർ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇൻഡക്ടർ എന്ത് ചെയ്യുന്നുണ്ട്? ഇൻഡക്ടർ അതിന്റെ തെർമൽ എനർജി ആയിട്ടുള്ള കളയുന്നത്, അത് അവിടെ മാഗ്നറ്റിക് ഫീൽഡിന്റെ മാഗ്നറ്റൈസേഷൻ പ്രോപ്പർട്ടീസ് ആണ് എന്ത് ചെയ്യുന്നത്? അത് അവിടെ കൊടുക്കുന്നത്. അല്ലെങ്കിൽ ഒരു ചെറിയൊരു ഇൻഡക്ടറിന് തന്നെ വലിയൊരു റെസിസ്റ്റൻസ് ഉണ്ടാക്കാൻ പറ്റും. അപ്പൊ അത്രയും മാത്രം എന്ത് ചെയ്യത്തുള്ളൂ? അവിടെ പവർ ഡിസിപ്പേഷൻ വരത്തുള്ളൂ. കാരണം ഇൻഡക്റ്റീവ് റിയാക്ടൻസിന്റെ വാല്യൂ അറിയാം, XL ഈക്വൽ ടു L ഒമേഗ ആണ്. അപ്പൊ ഈ ഒരു വാല്യൂ യൂസ് ചെയ്ത് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് അവിടെ ഈ ഒരു AC കറണ്ടിനെ അത് AC കറണ്ടിനെ പോസിബിൾ ആയിട്ടുള്ളൂ. ആ AC കറണ്ട് എന്ത് ചെയ്യാൻ പറ്റും? അത്രയും ഒരു ഹീറ്റ് ലോസ് ഇല്ലാതെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കറണ്ടിനെ ലിമിറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ ഇവിടെ അതാണ് എഴുതിയിരിക്കുന്നത്. ചോക്ക് ഓയിൽ ഈസ് ആൻ ഇൻഡക്ടർ യൂസ്ഡ് ടു റെഡ്യൂസ് AC പാസിംഗ് ത്രൂ എ സർക്യൂട്ട് without much loss of energy. This is made of thick insulated copper wire would wound closely in a large number of turns over a soft ferrite laminated core. Choke oil offer a large resistance XL equal to L omega to the flow of AC, and hence the current is reduced. Laminated core is used to reduce the eddy current loss. അപ്പോൾ ഇവിടെ നമുക്ക് വയറും ലാമിനേറ്റഡ് ആയിരിക്കും, അതുപോലെ തന്നെ ഈ കോറും എന്തായിരിക്കും? ലാമിനേറ്റ് ആയിരിക്കും. അപ്പൊ ലാമിനേഷൻ കൊടുക്കാൻ റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതെന്താണ്? എഡി കറണ്ട് ലോസ് ഉണ്ടാവാതിരിക്കാൻ വേണ്ടി ലാമിനേഷൻ കൊടുക്കുന്നത്. അപ്പൊ നിങ്ങൾ ഇതിന്റെ ഒരു എക്സാമ്പിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ മുൻപത്തെ ട്യൂബ് ലൈറ്റ് ഒക്കെ നോക്കിയാൽ അറിയാം. ഇപ്പോഴുള്ളതൊന്നുമല്ല, ഇലക്ട്രോണിക് സ്റ്റോക്ക് ഒരു കൺസെപ്റ്റ് വരുന്നതിന് തൊട്ട് മുന്നേ, ഒരു 2010 തൊട്ട് മുൻപ് ഉണ്ടായിരുന്ന ട്യൂബ് ലൈറ്റ് ഇപ്പോഴും ചിലടത്ത് കാണുമ്പോൾ ഈ സ്റ്റാർട്ടർ ഒക്കെ വെച്ചിട്ട് ഇങ്ങനെ മിന്നി മിന്നി ആദ്യം ഓൺ ആയി ഒരു ട്യൂബ് ലൈറ്റ് ഉണ്ട്. ഫസ്റ്റ് നമുക്ക് കുറച്ചു നേരം മിന്നുകയും ചെയ്യും, അതിനുശേഷം ഒരിക്കലും എന്ത് ചെയ്യുന്നത്? ആ ട്യൂബിൽ ലൈറ്റപ്പ് ആയി വരുന്നത്, വാമപ്പ് ആയി വരുന്നത്. അപ്പൊ അതേപോലത്തെ ട്യൂബിൽ യൂസ് ചെയ്യുന്ന ചോക്ക് എന്ന് പറയുന്നത് എന്താ? അത് നമ്മൾ ചോക്ക് എന്നാണ് പറയുന്നത്, ചോക്ക്. അപ്പൊ അതിനകത്തൊരു ഇൻഡക്ടർ ഉണ്ട്. അതൊക്കെ തുറന്നു നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇൻഡക്ടർ കാണാൻ പറ്റും. അതുപോലെ തന്നെ നമ്മുടെ ലാബിൽ യൂസ് ചെയ്യുന്ന സോഡിയം പേപ്പർ ലാമ്പിന്റെ സൈഡിൽ നോക്കിയാൽ ഒരു ട്രാൻസ്ഫോമറും ഒരു ചോക്കും കാണും. അതും ശരിക്കും എന്താണ്? അതും ഇതുപോലെ ഹീറ്റ് ലോസ് ഇല്ലാതെ എനർജി കുറയ്ക്കാൻ വേണ്ടിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? അവിടെ അത് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഏകദേശം നമ്മുടെ ട്രാൻസ്ഫോമർ പോലെ ഇരിക്കും, ചെറിയ ട്രാൻസ്ഫോമേഴ്സ് പോലെ ഇരിക്കും ഈ ചോക്ക് ഓയിൽ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അതാണ് അവിടെ ചോക്ക് ഓയിൽ എന്ന് പറയുന്നത്. എന്ത് ചെയ്യുന്നു? മെയിൻ പർപ്പസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നമുക്ക് എന്ത് ചെയ്യാം? ഹീറ്റ് ലോസ് ഇല്ലാതെ തന്നെ അവിടെ എന്ത് ചെയ്യണം? കറണ്ട് ലിമിറ്റ് ചെയ്യണം. ഓക്കെ,
പിന്നെ ഇത് അതുമായിട്ട് ബന്ധപ്പെട്ട് പവറിന്റെ ഇക്വേഷൻ ആണ്. പവർ ഡിസിപ്പേറ്റ് ചോക്ക് കോയിൽ I is equal to IRMS into ERMS cos phi ആണ്. And power factor cos phi is equal to R by root of R square plus L square omega square. Okay. For a choke coil, inductance is very large and R is very small. So cos phi nearly equal to 0. Hence the power loss is very small. Okay. അപ്പോൾ ആ ഒരു ഇക്വേഷൻ ബേസ് ചെയ്തിട്ട് എല്ലിന്റെ വാല്യൂ വലുതും ആറിന്റെ വാല്യൂ ചെറുതുമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യാം, കോസ് ഫൈയുടെ വാല്യൂ നിയർലി 0 ആവും. കോസ് ഫൈയുടെ വാല്യൂ നിയർലി 0 ആയി കഴിഞ്ഞാൽ പവറിന്റെ ലോസ് എന്തായിരിക്കും, പവറും ഓൾമോസ്റ്റ് ഈക്വൽ ടു 0 വരത്തില്ല കറക്റ്റ്, എന്നാൽ ഒരു മിനിമം വാല്യൂ നമുക്ക് എന്ത് ചെയ്യും, മിനിമം നമുക്ക് കുറയ്ക്കാൻ പറ്റും. ഓക്കെ, ഇതാണ് നമ്മുടെ ചോക്ക് കോയിൽ ബന്ധപ്പെട്ട ഇക്വേഷൻ. പവർ എങ്ങനെയാണ് 0 ആവുന്നതിനെ കുറിച്ചാണ് പറയുന്നത്. ഓക്കെ, the only loss of the energy is due to the hysteresis loss in the iron core. അപ്പോൾ അതിനകത്തേക്ക് നമ്മൾ കോർ എന്ന് പറഞ്ഞല്ലോ, എയർ കോറിന്റെ അയൺ കോർ ഉണ്ട്. അപ്പോൾ ഈ കോറിന്റെ ഹിസ്റ്ററിസ് ലോസ് മാഗ്നറ്റൈസേഷനെ ബന്ധപ്പെട്ട് വരുന്നതാണ്. അപ്പോൾ ആ ഹിസ്റ്ററിസ് ലോസ് വരെയാണ് എന്ത് ചെയ്യുന്നത്, കുറച്ച് എനർജി എങ്കിലും ലോസ് ആയി പോകുന്നെങ്കിൽ പോകുന്നത്, അല്ലാതെ എന്ത് ചെയ്യത്തില്ല, അതവിടെ വലുതായിട്ട് ലോസ് ഉണ്ടാക്കില്ല. പിന്നെ ഈ ഹിസ്റ്ററിസ് ലോസ് കുറയ്ക്കണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, സോഫ്റ്റ് അയൺ കോർ യൂസ് ചെയ്താൽ മതി, കുറച്ചുകൂടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കുറയ്ക്കാൻ പറ്റും. ഇനി രണ്ട് ടൈപ്പ് ഉണ്ട് ചോക്ക്, ഒന്ന് AF ചോക്ക്, മറ്റൊന്ന് RF ചോക്കുമാണ്. അപ്പൊ AF ചോക്ക് എന്ന് വെച്ചാൽ ഓഡിയോ ഫ്രീക്വൻസി ചോക്കാണ്. അത് ഓഡിയോ ഫ്രീക്വൻസി ലെവലിലുള്ള കാറിനെ ഡീൽ ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യുന്നത്, ഓഡിയോ ഫ്രീക്വൻസി ചോക്ക് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് വെരി സ്മോൾ സൈസും ആയിരിക്കും, ഹാവ് എ ലോ ഇൻഡക്റ്റൻസും ആയിരിക്കും. അപ്പോൾ ഏകദേശം 60 ഹെഡ്സ് മുതൽ 5 കിലോ ഹെഡ്സ് വരെയാണ് എന്ത് പറയുന്നത്, ഓഡിയോ ഫ്രീക്വൻസി റേഞ്ച് എന്ന് പറയുന്നത്. അപ്പോൾ അതിനെ യൂസ് ചെയ്ത ചോക്കായിരിക്കും ഓഡിയോ ഫ്രീക്വൻസി ചോക്ക്. അടുത്ത് വരുന്ന ചോക്ക് എന്താണ്, റേഡിയോ ഫ്രീക്വൻസി ചോക്കാണ്. അത് ഹൈ ഫ്രീക്വൻസി ആൾട്ടർനേറ്റീവ് കാറിന് ഡീൽ ചെയ്യാൻ എന്ത് ചെയ്യുന്നത്, റേഡിയോ ഫ്രീക്വൻസി ചോക്ക് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് എന്ത് ചെയ്യുന്നുണ്ട്, റേഡിയോ ഫ്രീക്വൻസി ചോക്ക് ആണെങ്കിൽ അവിടെ നമുക്ക് കുറച്ച് ഹൈ ഫ്രീക്വൻസി, അതായത് 5 കിലോ ഹെഡ്സിന് മുകളിലോട്ട്, പിന്നെ അങ്ങോട്ട് 7 കിലോ ഹെഡ്സ് വരും, അതാണ് പ്രത്യേകിച്ച് വാല്യൂസ് എഴുതാത്തത്. അപ്പൊ അതുവരെ വരുന്ന വോൾട്ടേജിനെ അല്ലെങ്കിൽ കറന്റ് നമുക്ക് ഡീൽ ചെയ്യാനായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു ഹൈ ഫ്രീക്വൻസി RF ചോക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അത്രയും നോക്കാം. പിന്നെ യൂസസ് ഓഫ് ചോക്ക് കൂടെ പറഞ്ഞിട്ടുണ്ട്, റെഡ്യൂസ് ദ സ്ട്രെങ്ത് ഓഫ് ദ കറന്റ്. നെക്സ്റ്റ് യൂസ് ഇൻ TVs ആൻഡ് റേഡിയോ. പവർ കുറയ്ക്കാൻ മാത്രമല്ല, ഈ സിഗ്നൽ സെലക്ഷന് വേണ്ടി നമ്മൾ ചോക്ക് യൂസ് ചെയ്യാറുണ്ട്. TVയിലെ റേഡിയോയിലെ സിഗ്നൽസ് ഒക്കെ സെലക്ട് ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യുന്നുണ്ട്, ചോക്ക് യൂസ് ചെയ്യുന്നുണ്ട്. മറ്റൊന്ന് ഞാൻ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ, ഫ്ലൂറസെന്റ് ട്യൂബിൽ മെർക്കുറി ലാംപ്സിൽ എന്ത് ചെയ്യുന്നു, ചോക്ക് യൂസ് ചെയ്യും. ഇപ്പൊ ചോക്കല്ല യൂസ് ചെയ്യും, ഇപ്പൊ നമുക്ക് അതിന് ഇലക്ട്രോണിക് ഡിവൈസ് ഉണ്ട്. ഇപ്പൊ നമുക്ക് LED ട്യൂബാണ്, തൊട്ട് മുന്നേ വരെ ഇരുന്ന മറ്റേ ആ ഒരു ഫ്ലൂറസെന്റ് ട്യൂബ്സിൽ നമുക്ക് പിന്നീട് ഇലക്ട്രോണിക് ചോക്ക് നമ്മൾ യൂസ് ചെയ്യും. കാരണം അതിനകത്ത് പിന്നെ കുറച്ച് സർക്യൂട്ടും കമ്പോണൻസ് പോലെ അത്രയും വെയിറ്റിംഗ് ആണല്ലോ, അത്രയും ലോസും ഉണ്ടാവത്തില്ല അതിനകത്ത്. എഡി കറന്റ് ലോസ് ഒന്നും ഇല്ല. അതൊരു ഡിവൈസ് ആണ്, നമ്മുടെ സെമി കണ്ടക്ടർ ഡിവൈസ് വെച്ച് നിർമ്മിക്കുന്ന ഒരു ചോക്ക് ബോക്സ് ആണ്. ഓക്കെ, ഇനി അടുത്ത് നമുക്ക് AC റിപ്പിൾസ് ഒക്കെ യൂസ് ചെയ്യാൻ പറ്റും. ഫിൽറ്റർ സർക്യൂട്ടിൽ എന്ത് ചെയ്യാം, യൂസ് ചെയ്യാം. ഈ ചോക്ക് ഫിൽറ്റർ സർക്യൂട്ടിൽ യൂസ് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് ഡിമ്മിങ് ഓഫ് ലൈറ്റിന്റെ ഡിമ്മിങ്ങിന് എന്ത് ചെയ്യാം, അല്ലെങ്കിൽ പ്രകാശം കുറപ്പിക്കുന്നതിന് നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ചോക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ഒരുപാട് ഡിഫറെന്റ് വാല്യൂസിൽ ചോക്ക് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഡിമ്മിങ് എഫക്ട് എന്ത് ചെയ്യാൻ പറ്റും, ഉണ്ടാക്കാൻ പറ്റും. ഇതൊക്കെയാണ് അതുമായി ബന്ധപ്പെട്ട് വരുന്നത്. ഇനി കുറച്ച് പ്രോബ്ലംസ് ഉണ്ട്, ലാസ്റ്റ് പറഞ്ഞ ഈ പ്രോബ്ലംസ് ഒന്ന് രണ്ടെണ്ണം എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് നമുക്ക് നോക്കേണ്ടത് ബ്രിഡ്ജസ് ആണ്. അപ്പോൾ നമുക്ക് AC ബ്രിഡ്ജസിന്റെ മെയിൻ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജ് ആണ്. അപ്പോൾ നമ്മളിപ്പോ ലാബിലൊക്കെ ചെയ്യുന്ന മീറ്റർ ബ്രിഡ്ജ് ആയാലും കാലിഫോർസ് ബ്രിഡ്ജ് ആയാലും അതിലെല്ലാം വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്താണ് പറയുന്നത്, വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്ന് വെച്ചാൽ വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജ് ആണ്. അപ്പോൾ വീറ്റ്സ്റ്റോൺ സയൻറ്റിസ്റ്റ് ആണ് എന്ത് ചെയ്യുന്നത്, വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജിൽ എന്തുണ്ട്, ഈ ഒരു കണക്ഷൻ ആണ് വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജിന്റെ കണക്ഷൻ എന്ന് പറയുന്നത്. 4 റെസിസ്റ്റേഴ്സ് എന്ത് ചെയ്യും, സീരീസ് ആയിട്ട് നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ട്. സെന്ററിൽ എന്തെങ്കിലും ഒരു ഗാൽവനോമീറ്റർ കണക്ട് ചെയ്തിട്ടുണ്ട്. പിന്നീട് അതിനെ എന്ത് ചെയ്യുകയാണ്, ഒരു ബാറ്ററി ആയിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. then ഒരു കീ ഉണ്ട്. ഓക്കെ, അപ്പോൾ 4 resistor PQR is joined in the figure as shown in Wheatstone bridge. A sensitive galvanometer is connected between the diagonal AB, B and D, and a cell is connected between to the diagonal point of A and C. അപ്പോൾ ബിക്കും ഡിക്കും across ആയിട്ട് ഒരു ഗാൽവനോമീറ്ററും എക്കും സിക്കും across ആയിട്ട് ഒരു സെല്ല്, ഒരു കീ ആണ് എന്ത് ചെയ്യുന്നത്, കണക്ട് ചെയ്തിരിക്കുന്നത്. The combination is called a bridge because the galvanometer is bridged across the parallel branches ABC and ACD. ADC എന്താണ് കാരണം, ഇവിടെ നമുക്ക് ABC എന്ന ബ്രാഞ്ചിനും ABC ഈ ഒരു ബ്രാഞ്ചിനും ADC ഈ ഒരു ബ്രാഞ്ചിനും ഇൻ ബിറ്റ്വീൻ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഒരു ഗാൽവനോമീറ്റർ അവിടെ ബ്രിഡ്ജ് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് നമ്മൾ എന്താ പറയുന്നത്, ബ്രിഡ്ജ് എന്ന് പറയാൻ കാരണം. ഓക്കെ, നെക്സ്റ്റ് ദ റെസിസ്റ്റൻസ് എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുന്ന ടൈമിൽ അവിടെ കറണ്ട് എന്ത് ചെയ്യത്തില്ല, ഗാൽവനോമീറ്ററിൽ 0 ഡിഫ്ലക്ഷൻ കാണിക്കും. ഫസ്റ്റ് നമ്മൾ സ്വിച്ച് ഓൺ ചെയ്യുന്ന സമയത്ത് ഗാൽവനോമീറ്റർ ഡിഫ്ലക്ഷൻ കാണും. അതിനുശേഷം ഇതെല്ലാം വേരിയബിൾ റെസിസ്റ്റേഴ്സ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ റിയോസ്റ്റാറ്റ് ഒക്കെ നമ്മൾ കണക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇത് യൂസ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാം, ഓൾറെഡി വേരി ചെയ്യാൻ പറ്റും, റിയോസ്റ്റാറ്റ് വേരി ചെയ്യാൻ പറ്റും. അപ്പോൾ റിയോസ്റ്റാറ്റ് വേരി ചെയ്യുന്നതനുസരിച്ച് എന്ത് ചെയ്യാൻ പറ്റും, ഗാൽവനോമീറ്ററിലെ ഡിഫ്ലക്ഷൻ അവിടെ 0 ആയിട്ട് മാറും. അപ്പോൾ ഈ 0 ആയിട്ട് മാറുന്ന സമയത്താണ് നമ്മൾ എന്ത് പറയുന്നത്, ബ്രിഡ്ജ് ബാലൻസ്ഡ് ആയെന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു പ്രിൻസിപ്പിൾ യൂസ് ചെയ്തിട്ട് നമുക്ക്
ഇൻഡക്ടേഴ്സിന്റെ ഇൻഡക്റ്റൻസ്, അതിന് കപ്പാസിറ്റൻസ് ഇതൊക്കെ എന്ത് ചെയ്യാൻ പറ്റും? അൺനോൺ ആയിട്ടുള്ളതെല്ലാം നമുക്ക് ഡിറ്റർമിൻ ചെയ്യാൻ പറ്റും. അപ്പൊ ഇതേ ബ്രിഡ്ജ് യൂസ് ചെയ്ത് തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? മീറ്റർ ബ്രിഡ്ജിലൊക്കെ അവിടെ അൺനോൺ റെസിസ്റ്റൻസ് വയറിന്റെ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കുന്നത്. പൊട്ടൻഷ്യൽ മീറ്ററിലും മീറ്റർ ബ്രിഡ്ജിലും എല്ലാം എന്താണ് ചെയ്യുന്നത്? ഇതേ കാര്യം തന്നെയാണ് ചെയ്യുന്നത്. അവിടെയും വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്താണ്? വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജ് ആണ്. അതായത് ഒരു ബാലൻസ്ഡ് കണ്ടീഷൻ, ക്രിസ്റ്റോഫ് ലോ അനുസരിച്ച് ബാലൻസ് കണ്ടീഷനിൽ എന്ത് ചെയ്യും? അവിടെ സെൻട്രൽ കൂടി അല്ലെങ്കിൽ ജംഗ്ഷനിൽ കൂടി എന്ത് കറണ്ട് ഫ്ലോ ചെയ്യത്തില്ല. ആ ഒരു പ്രിൻസിപ്പിൾ യൂസ് ചെയ്താണ് എന്ത് ചെയ്യുന്നത്? ബ്രിഡ്ജസ് വർക്ക് ചെയ്യുന്നത്. There is a no current flow through the galvanometer G. Then the bridge is said to be balanced. There is point B and D are at a same potential. Okay. അപ്പൊ ഇത്രയും കാര്യം നോക്കുക. നെക്സ്റ്റ് ക്രിസ്റ്റോഫ് ലോ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് പറയുന്നത്? കണ്ടീഷൻ പറയുന്നത് ബാലൻസ്ഡ് ബ്രിഡ്ജസ് P by Q is equal to R by S. P യും Q ഒക്കെ എന്താണ്? റെസിസ്റ്റൻസ് ആണ്. അപ്പൊ അത് നമുക്ക് ബാലൻസ്ഡ് കണ്ടീഷനിൽ എന്ത് കിട്ടും? P by Q is equal to R by S എന്ന് കിട്ടും. അത് നമ്മൾ റിയോസ്റ്റാറ്റ് യൂസ് ചെയ്ത് എന്ത് ചെയ്യണം? വേരി ചെയ്ത് വേണം എടുക്കേണ്ടത്. ഓക്കെ. അപ്പൊ ഇതാണ് വീറ്റ്സ്റ്റോൺ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. നിങ്ങൾ 12th കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് വീറ്റ്സ്റ്റോൺ പ്രിൻസിപ്പിൾ പഠിക്കുന്നുണ്ട്. ഇപ്പൊ നിങ്ങൾക്ക് ഇവിടെ ജസ്റ്റ് ഒരു ഒരു ഒന്ന് ഓർക്കാൻ വേണ്ടി മാത്രമേ ഇവിടെ പറഞ്ഞുള്ളൂ. കാരണം ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന AC ബ്രിഡ്ജസിലൊക്കെ യൂസ് ചെയ്യുന്ന ഈ ഒരു വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജിന്റെ തിയറി ആയിരിക്കും. അതുകൊണ്ടാണ് എന്ത് പറയുന്നത് ഇവിടെ വീറ്റ്സ്റ്റോൺ പ്രിൻസിപ്പിൾ പ്രത്യേകിച്ചോടെ എടുത്ത് പറഞ്ഞിരിക്കുന്നത്. ഇനി അടുത്ത് നോക്കുക AC ബ്രിഡ്ജസ്. അപ്പൊ നമ്മൾ ഇവിടെ നേരത്തെ DC സിഗ്നലാണ് കൊടുത്തിരുന്നത്. അപ്പൊ നമ്മൾ ഇനി എന്ത് ചെയ്യാൻ പോകുന്നു? AC സിഗ്നൽ വെച്ചുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്? അടുത്തൊരു ബ്രിഡ്ജ് കൺസിഡർ ചെയ്യുന്നത്. അപ്പൊ ഇതിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എല്ലാം മറ്റതുപോലെ തന്നെ ആയിരിക്കും. ബാലൻസും ചെയ്യുക, എന്ത് ചെയ്യാൻ പറ്റും? ബാലൻസ് ചെയ്തുകൊണ്ട് നമുക്ക് അവിടെ എന്താണോ കണ്ടുപിടിക്കേണ്ടത് അതവിടെ നമുക്ക് ഡിറ്റർമിൻ ചെയ്യാൻ പറ്റും. ഇവിടെ നോക്കുക, എ സിമ്പിൾ ബ്രിഡ്ജ് കൺസിസ്റ്റ് ഓഫ് 4 ഇംപെഡൻസ് അറേഞ്ച്ഡ് ആസ് ഇൻ ദ കേസ് ഓഫ് എ വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജ് ഈസ് കോൾഡ് ഇംപെഡൻസ് ബ്രിഡ്ജ്. അപ്പൊ ഇവിടെ നമ്മൾ ഇംപെഡൻസ് ബ്രിഡ്ജ് പറയാൻ കാരണം നേരത്തെ നമ്മൾ അവിടെ കണക്ട് ചെയ്തിരുന്നത് എന്തായിരുന്നു? നേരത്തെ ഇതിൽ കണക്ട് ചെയ്തിരുന്നതെല്ലാം റെസിസ്റ്റേഴ്സ് മാത്രമായിരുന്നു. അപ്പൊ വീറ്റ്സ്റ്റോൺ പ്രിൻസിപ്പിൾ നമ്മൾ പറയാൻ യൂസ് ചെയ്യുന്നത് എന്താണ്? ഈ റെസിസ്റ്റർ കോമ്പിനേഷൻ മാത്രമാണ്. പക്ഷെ ഇപ്പോൾ നമ്മൾ ഇവിടെ എന്ത് ചെയ്യുകയാണ്? ഇംപെഡൻസ് ബ്രിഡ്ജ് ആയിട്ട് മാറ്റുകയാണ്. കാരണം ഇവിടെ നമുക്ക് ഇനി എന്ത് കണക്ട് ചെയ്യാം? ഇവിടെ നമ്മൾ റെസിസ്റ്റർ മാത്രം കണക്ട് ചെയ്താൽ പോരാ, എന്ത് ചെയ്യാം? ഇൻഡക്ടർ കണക്ട് ചെയ്യാം, കപ്പാസിറ്റർ കണക്ട് ചെയ്യാം. അങ്ങനെ എന്ത് വേണം? നമുക്ക് എന്താണൊക്കെയാണ് കണ്ടുപിടിക്കേണ്ടത് അതെല്ലാം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ബ്രാഞ്ചസിൽ കണക്ട് ചെയ്യാൻ പറ്റും. അപ്പൊ ഇങ്ങനെ കണക്ട് ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് തന്നെ അപ്പൊ ഇവിടെ ടോട്ടൽ ഇംപെഡൻസ് ആയിരിക്കും വരുന്നത്. കാരണം റെസിസ്റ്റർ മാറി, കാരണം റെസിസ്റ്റൻസ് മാത്രമല്ലല്ലോ. കാരണം ഇവിടെ അടുത്ത് ഇൻഡക്ടർ ആയതുകൊണ്ട് കപ്പാസിറ്റർ നമ്മൾ കണക്ട് ചെയ്യുന്നു. അപ്പൊ അവിടുത്തെ വാല്യൂസ് എന്തായി മാറി? അത് ടോട്ടൽ ഇംപെഡൻസ് എന്നുള്ള വാല്യൂലോട്ട് മാറി. ഇനി അവിടെ എന്തില്ല? റെസിസ്റ്ററിന്റെ മാത്രം കേസ് എടുത്താൽ പോരാ. അത് നമ്മൾ എന്ത് ചെയ്തു? പേര് മാറ്റി ഇംപെഡൻസ് ബ്രിഡ്ജ് എന്നാക്കി. ഇനി വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജ് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ വീറ്റ്സ്റ്റോൺ പ്രിൻസിപ്പിൾ നമുക്ക് എന്ത് ചെയ്യാം? AC സിഗ്നൽസിൽ എന്ത് ചെയ്യാൻ പറ്റും? അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പൊ AC സിഗ്നൽസ് അപ്ലൈ ചെയ്യുമ്പോൾ ഇപ്പോൾ എന്താണ്? റെസിസ്റ്റൻസിന് പകരം നമ്മൾ എന്താക്കി? ഇംപെഡൻസ് കറണ്ടും ആക്കി മാറ്റിയിട്ടുണ്ട്. നേരത്തെ നമ്മൾ വോൾട്ടേജിന്റെയും റെസിസ്റ്റൻസിന്റെ ടേംസിൽ മാത്രമാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? ഇംപെഡൻസിനെ കറണ്ടിന്റെ ടേംസിൽ മാറ്റിയിട്ടുണ്ട്. ഇനി കോംപ്ലക്സ് ഇംപെഡൻസ് മെഷർ ചെയ്യാനായിട്ട് ഇവിടുത്തെ ഇംപെഡൻസ് മെഷർ ചെയ്യാനായിട്ട് ഇവിടെ ഗാൽവനോമീറ്ററിന് പകരം നമ്മൾ എന്തായിരിക്കും യൂസ് ചെയ്യുന്നത്? ഒരു ഓഡിയബിൾ ഫ്രീക്വൻസി ആയിരിക്കും യൂസ് ചെയ്യുന്നത്. കാരണം AC സോഴ്സ് നമുക്ക് അവിടെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും? ഇവിടെ കൂടി നമ്മൾ ഹെഡ്ഫോൺ കണക്ട് ചെയ്യും. നമ്മുടെ അത് പ്രത്യേകിച്ച് ലാബിലൊക്കെ കാണും, MSc ലാബിലൊക്കെ ഉണ്ട്. നമുക്ക് ആൻഡേഴ്സൺ ബ്രിഡ്ജ് ഒരു എക്സ്പെരിമെന്റ് ഉണ്ട്. അപ്പൊ അതിനകത്ത് ചെയ്യാനായിട്ട് നമുക്കൊരു പ്രത്യേകിച്ചുള്ള ഹെഡ്സെറ്റ് ഉണ്ട്. നമ്മൾ നോർമൽ ഹെഡ്സെറ്റ് തന്നെ, പക്ഷെ വയർ ഇത് നമ്മൾ സാധാ തീരെ നൈസ് വയർ ആയിരിക്കത്തില്ല. കുറച്ച് നമുക്ക് ഇതിൽ കണക്ട് ചെയ്യാൻ പറ്റുന്ന നമ്മുടെ പൊട്ടൻഷ്യൽ മീറ്റർ പോലത്തെ ഡിവൈസസ് കണക്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ കനമുള്ള വയർ ഇട്ട ഒരു ഹെഡ്സെറ്റ് ആയിരിക്കും എന്ത് ചെയ്യുന്നത്? നമ്മൾ അവിടെ യൂസ് ചെയ്യുന്നത്. അപ്പൊ ആ ഒരു ഹെഡ്സെറ്റ് യൂസ് ചെയ്താണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇംപെഡൻസ് കണ്ടുപിടിക്കുന്നത്. അപ്പൊ ഈ ഒരു ഇംപെഡൻസ് മെഷർ ചെയ്യാനായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? നമ്മളുടെ ഓഡിയോബിൾ ഫ്രീക്വൻസിയാണ് യൂസ് ചെയ്യുന്നത്. ഫോർ ഫൈൻഡിങ് null point a pair of headset is used, അല്ലെങ്കിൽ headphones are used. At the balancing condition, point B and D are at the same potential and the sound is heard from is minimum. അപ്പൊ നമ്മളൊരു മിനിമം അല്ലെങ്കിൽ ഒരു ബാലൻസ്ഡ് കണ്ടീഷനിൽ ആവുന്ന സമയത്ത് ഈ ബിയും ഡിയും എന്താ? സെയിം പൊട്ടൻഷ്യലിൽ വരാം. അപ്പൊ അവിടെ കേൾക്കുന്ന സൗണ്ട് ഒരു ടോൺ ആയിരിക്കും കേൾക്കുന്നത്. പ്രത്യേകിച്ച് ഒരു സൗണ്ട് നല്ലൊരു ടോൺ പോലെ കേൾക്കും, ഒരു സൈറൻ പോലെ. അപ്പൊ ആ ഒരു ടോൺ എന്ത് ചെയ്യാം? അവിടെ മിനിമം ആയിരിക്കും ബാലൻസ്ഡ് കണ്ടീഷനിലാവുന്ന സമയത്ത്. ഓക്കെ. അപ്പൊ നോൺ ഇൻഡക്റ്റീവ് റെസിസ്റ്റൻസ് ബോക്സ് ഷുഡ് ബി യൂസ്ഡ്. ദ കണ്ടീഷൻ ഫോർ ബാലൻസ്ഡ് ഫോർ ദ ബ്രിഡ്ജ് is given by Z1 by Z2 is equal to Z3 by Z4. ഓക്കെ. അപ്പൊ ഇതാണ് അവിടുത്തെ ബാലൻസ്ഡ് കണ്ടീഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇതിലെ Z1, Z2, Z3, Z4 എന്ന് പറയുന്നത് എന്താണ്? അവിടുത്തെ വെക്ടർ ഇംപെഡൻസ് ആണ്. പിന്നെ ഇവിടെ നമുക്ക് പ്രത്യേകിച്ച് ഒരു കാര്യം പറയുന്നത് നോൺ ഇൻഡക്റ്റീവ് റെസിസ്റ്റൻസ് ബോക്സ് ആർ യൂസ്ഡ് എന്ന് പറയാൻ കാരണം ഇവിടെ നമ്മളിപ്പോ ഇൻഡക്ടറും റെസിസ്റ്ററുമായിട്ട് കണക്ട് ചെയ്യുകയാണ്. അപ്പോൾ നമ്മുടെ സാധാരണ റെസിസ്റ്റൻസ് ബോക്സിനകത്തുള്ളത് കോയിൽസ് ആണ്. മാഗ്നറ്റൈൻ എന്ന് പറഞ്ഞിട്ടുള്ള മെറ്റീരിയൽസിന്റെ കോൺസ്റ്റന്റ് എന്ന് പറയുന്ന മെറ്റീരിയൽസിന്റെ കോയിൽസ് ആണ് എന്ത് ചെയ്യുന്നത്? നമ്മൾ സാധാരണ നമ്മൾ ലാബിൽ കാണുന്ന ഒരു പെട്ടി പോലെ ഇരിക്കുമല്ലോ റെസിസ്റ്റൻസ് ബോക്സ്. അപ്പൊ അതിനകത്ത് ശരിക്കും കോയിൽസ് ആണ്. അപ്പൊ ഈ കോയിൽസ് വെച്ചുള്ള റെസിസ്റ്റൻസ് ബോക്സ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നമുക്ക് ആക്യുറേറ്റ് ആയിട്ട് മെഷർ ചെയ്യാൻ പറ്റില്ല. കാരണം അവിടെ എന്തുണ്ടാവും? ഒരു മാഗ്നറ്റൈസേഷൻ ഉണ്ടാവാൻ പറ്റും. ഈ ഒരു കോയിലിനകത്ത് അതിനകത്തുള്ള കോയിൽ എന്ത് ചെയ്യും? ഒരു മാഗ്നറ്റൈസേഷൻ ഉണ്ടാവും. അപ്പൊ അതിനെ ബാധിക്കും. അപ്പൊ അങ്ങനെ ഒരു കോയിൽസ് അല്ലാത്ത അല്ലെങ്കിൽ കോയിൽ വേറെ രീതിയിൽ വൗണ്ട് ചെയ്തിരിക്കുന്ന റെസിസ്റ്റൻസ് ബോക്സ് വേണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്? യൂസ് ചെയ്യേണ്ടത്. അപ്പൊ അതാണ് ഇവിടെ നോൺ ഇൻഡക്റ്റീവ് റെസിസ്റ്റൻസ് ബോക്സ് എന്ന് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ. അപ്പൊ ഒരു ബാലൻസ് കണ്ടീഷനിൽ Z1 by Z2 is equal to Z3 by Z4 എന്നാവും. അപ്പൊ ഇതെല്ലാം എന്താണ്? അവിടുത്തെ വെക്ടർ ഇംപെഡൻസ് ആണ്. അപ്പൊ നമുക്ക് ഇവിടുത്തെ റിയാക്ടൻസ് ഒന്നുകിൽ ഇൻഡക്റ്റീവ് റിയാക്ടൻസോ
അതുപോലെ തന്നെ കപ്പാസിറ്റീവ് റിയാക്ടൻസോ മൂവ് ചെയ്ത് വേരി ചെയ്തുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് അവിടെ ബാലൻസ്ഡ് കണ്ടീഷൻ കൊണ്ടെത്തിക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ അവിടുത്തെ ഇൻസ്റ്റന്റേനിയസ് കറണ്ട് Z1 Z2 Z3 Z4 ഉള്ള ഇൻസ്റ്റന്റേനിയസ് കറണ്ട് നമ്മൾ I1 I2 I3 I4 എന്ന് എഴുതിയിരിക്കുന്നത്. അപ്പോൾ പൊട്ടൻഷ്യൽ ഡിഫറൻസ് അക്രോസ് ദ AB AD BC CD അതൊക്കെ എന്തായിരിക്കും, ഇത് അക്രോസ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ് നമ്മൾ E1 E2 E3 ആൻഡ് E4 എന്ന് എഴുതിയിരിക്കുന്നത്. ഇനി ബാലൻസ്ഡ് കണ്ടീഷനിലാകുമ്പോൾ അറ്റ് ബാലൻസ്ഡ് കണ്ടീഷൻ ദ കറണ്ട് ഫ്ലോയിങ് ത്രൂ ഡിറ്റക്ടർ ഈസ് 0. അപ്പോൾ ബാലൻസ്ഡ് കണ്ടീഷനിൽ നമ്മൾ എന്ത് ചെയ്യത്തില്ല, ഇവിടെ കൂടി കറണ്ട് എത്രയായിരിക്കും, 0 ആയിരിക്കും. അപ്പോൾ പൊട്ടൻഷ്യൽ ഡിഫറൻസ് Bയും Dയും എന്തായിരിക്കും, അതും 0 ആയിരിക്കും. കാരണം ബാലൻസ്ഡ് കണ്ടീഷൻ മീൻസ് എന്താണ്, ഇതെല്ലാം നമ്മൾ ഇക്വിലിബ്രിയം കണ്ടീഷനിൽ വെച്ചിട്ടുണ്ട്, മൂവ് ചെയ്ത് ബാലൻസ്ഡ് കണ്ടീഷൻ. അപ്പോൾ നമുക്ക് ബാലൻസ്ഡ് കണ്ടീഷൻ എങ്ങനെ അറ്റൈൻ ചെയ്യാൻ പറ്റും, നമ്മൾ അന്ന് അവിടെ ഗാൽവനോമീറ്ററിൽ 0 ഡിഫ്ലക്ഷൻ വെച്ചാണ് കണ്ടുപിടിച്ചത് തൊട്ട് മുന്നത്തെ ഇതില്. പക്ഷെ ഇവിടെ നമുക്ക് ഗാൽവനോമീറ്റർ ഇല്ലല്ലോ. അപ്പോൾ എന്ത് ചെയ്യും, നോർമലി അവിടെ ഒരു ടോൺ കേട്ടോണ്ടിരിക്കും, ഒരു ചെറിയൊരു സൗണ്ട് കേട്ടോണ്ടിരിക്കും. അപ്പൊ അതൊന്ന് കറക്റ്റ് 0 ആവണമെന്നില്ല ടോൺ. അപ്പൊ നമ്മൾ അവിടെ ബാലൻസ്ഡ് കണ്ടീഷനിൽ എത്തുമ്പോൾ എന്ത് ചെയ്യും, അവിടുത്തെ ടോൺ ഒരു മിനിമം വാല്യൂട്ട് കുറയും. ഓക്കെ, ഒരു 0-ൽ എത്തത്തില്ല, ഒരു ഓൾ അല്പം കുറഞ്ഞിരിക്കും. അപ്പൊ നമുക്ക് എന്തറിയാൻ പറ്റും, അവിടെ ബാലൻസ്ഡ് എത്തി എന്ന് അറിയാൻ പറ്റും. That is, so the voltage drop across AB will be equal to the voltage drop across AD, both in magnitude and phase. അപ്പൊ ഇവിടെ രണ്ടത്തെ വോൾട്ടേജ് ഡ്രോപ്പ് എന്തായിരിക്കും, അത് രണ്ടും സെയിം ആയിരിക്കും. അപ്പൊ അതിന്റെ ഇക്വേഷൻ ആണ് കിടക്കുന്നത് E1 is equal to E2, രണ്ടിടത്തെയും വോൾട്ടേജ് ഡ്രോപ്പ് എന്തായി, സെയിം ആയി. I1 into Z1 is equal to I2 into Z2. അപ്പോൾ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഒന്ന് എടുക്കുക. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടും, that is Z1 by Z4 is equal to Z2 by Z1 into Z4 is equal to Z2 into Z3. ഇതെന്താണ്, നേരത്തെ നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ഈ ഇക്വേഷൻ തന്നെയാണ് കേട്ടോ. അപ്പൊ അത് ഇതിന്റെ ബേസിസിൽ ഒന്ന് പറഞ്ഞ് എക്സ്പ്ലെയിൻ ചെയ്ത് വരുന്നതേ ഉള്ളൂ. Thus the bridge is said to be balanced D when the product of the impedance of pair of opposite arm is equal and the product of the impedance of the other pair of opposite arm are expressed in complex notation. This means that both the magnitude and phase of the angle and impedance must be considered while balancing the AC bridge. അപ്പോൾ ഇവിടെ നമ്മൾ AC bridge ബാലൻസ് ചെയ്യുമ്പോൾ DC bridge ബാലൻസ് ചെയ്യാൻ പ്രത്യേകിച്ച് നോക്കണ്ട, ജസ്റ്റ് എന്ത് ചെയ്യാൻ മതി, റെസിസ്റ്റൻസ് ഒന്ന് വേരി ചെയ്ത് ഗാലനോമീറ്റർ 0 ആക്കിയാൽ മതി. പക്ഷെ ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ നോക്കുമ്പോൾ അതിന്റെ കോംപ്ലക്സ് വാല്യൂസ് കൂടി നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, നോക്കേണ്ടി വരും, ഫേസ് ഒക്കെ നോക്കേണ്ടി വരും. അപ്പൊ നമ്മുടെ ഇക്വേഷൻ എന്ത് ചെയ്യും, ഒരു ഫേസിന്റെ ടേം കൂടി അവിടെ ഇൻക്ലൂഡ് ചെയ്യും. അപ്പൊ ഇതിൽ നമ്മൾ വീണ്ടും കൊടുത്തിരിക്കുന്ന എക്സ്പാൻഷൻ വന്നത് R പ്ലസ്, അത് നമ്മൾ Z എന്ന് മാത്രം എഴുതി വെച്ചിട്ട് നമ്മൾ എന്ത് എടുത്തു, R പ്ലസ് JX1 ഒരു വാല്യൂ കൊടുത്തു. നമുക്കറിയാലോ കോംപ്ലക്സ് ഇംപിഡൻസ് ആണ് Z എന്ന് പറയുന്നത്. അപ്പൊ ആ ഒരു ടേം കൂടി എന്ത് ചെയ്യണം, ഇൻക്ലൂഡ് ചെയ്യുവാണ്. അപ്പോൾ ഇത് X1 അതുപോലെ R4 പ്ലസ് JX4 ആ ഒരു കോംപ്ലക്സ് ഇംപിഡൻസ് നമ്പർ കൂടി നമ്മൾ എന്ത് ചെയ്യുവാണ്, ഇവിടെ ഇൻക്ലൂഡ് ചെയ്ത് കൊടുക്കുകയാണ്. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, റിയൽ പാർട്ട് ഇമാജിനറി പാർട്ട് ഇക്വേറ്റ് ചെയ്യുവാണ്. ഓക്കെ, ഇവിടുത്തെ ഇമാജിനറി പാർട്ട് റിയൽ പാർട്ട് ഇക്വേറ്റ് ചെയ്തു. ഇക്വേറ്റ് ചെയ്തതിനു ശേഷം നമുക്ക് അവിടെ എന്ത് കിട്ടുന്നുണ്ട്, ഈ ഒരു ഇക്വേഷൻ അവിടെ കിട്ടും. അതിൽ നിന്ന് R1 by X1 plus R4 by X4 is equal to R2 by X2 plus R3 by X3. അതെന്താണ്, അത് ഫൈയുടെ വാല്യൂസ് ആണ്, ഫേസിന്റെ വാല്യൂസ് ആണ് ഈ R by X എന്ന് പറയുന്നത്. അപ്പൊ ആ വാല്യൂസ് എന്ത് ചെയ്യുക, അതുകൂടെ എഴുതുക. ഇവിടെ നമുക്ക് ബാക്കി ഇവിടെ Z1 into Z4 equal to ഇത് ഈ ഇക്വേഷൻ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നത്, എക്സ്പാൻഡ് ചെയ്തുകൊണ്ട് വരുന്നത്. അവിടെ ജസ്റ്റ് എന്ത് ചെയ്യുന്നത്, കോംപ്ലക്സ് ഫോം കൂടി ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കണമെന്നേ ഉള്ളൂ. അതിനുശേഷം എന്ത് ചെയ്യുക, റിയൽ പാർട്ടിനെ ഇമാജിനറി പാർട്ടിനെ ഒന്ന് ഇക്വേറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, ഫൈയുടെ വാല്യൂസ് കിട്ടും. 5.1 plus 5.4 is equal to 5.2 plus 5.3. ഇത്രയാണ് നമുക്ക് AC ബ്രിഡ്ജിലുള്ളത്. For balancing the bridge, these conditions to be satisfied, all the AC bridges involve a double balance. First, the condition is the balance of the resting components of the bridge for the DC source and moving the coil galvanometer is used for the if there is no capacitors. The second condition is balance for AC. For this AC source and headphones are used. അതായത് ആദ്യം നമ്മൾ ഒരു AC സിഗ്നൽ ബാലൻസ് ചെയ്യുന്നതിന് മുമ്പ് ആദ്യം എന്ത് ചെയ്യുക, അതിന്റെ റെസിസ്റ്റൻസ് എല്ലാം ഒന്ന് ബാലൻസ് കണ്ടീഷനിൽ വയ്ക്കുക. അത് നമ്മൾ ഗാലനോമീറ്റർ യൂസ് ചെയ്തായിരിക്കും ചെയ്യുന്നത്. ആദ്യം എല്ലാ റെസിസ്റ്റൻസ് കമ്പോണൻസിനെയും എന്ത് ചെയ്യണം, ഒന്ന് ബാലൻസ് കണ്ടീഷനിൽ വയ്ക്കണം. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ ഗാലനോമീറ്റർ മാറ്റിയതിനു ശേഷം അവിടെ ഹെഡ്ഫോൺസ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ എന്നാൽ മാത്രമേ നമുക്ക് AC ബാലൻസിങ് നടക്കത്തുള്ളൂ. ഇനി അടുത്ത് വരുന്നതാണ് മാക്സ്വെൽസ് ബ്രിഡ്ജ്. അപ്പൊ ഇത് നമുക്ക് ഒരു കോയിലിന്റെ സെൽഫ് ഇൻഡക്റ്റൻസ് L അല്ലെങ്കിൽ ഹെൻറിയിൽ വരുന്ന ഇൻഡക്റ്റൻസ് കാണുമല്ലോ, സോറി ഒരു ഇൻഡക്ടറിന് ഒരു ഇൻഡക്റ്റൻസ് കാണും. അപ്പൊ ആ ഇൻഡക്റ്റൻസ് കണ്ടുപിടിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ബ്രിഡ്ജ് ആണ് എന്ത്, മാക്സ്വെൽസ് ബ്രിഡ്ജ് എന്ന് പറയുന്നത്. അപ്പൊ മാക്സ്വെൽസ് ബ്രിഡ്ജിന്റെ ഇക്വേഷൻ എന്താണ്, അവിടെ നമുക്ക് കണ്ടീഷൻ നേരത്തെ അതേ ബ്രിഡ്ജിന് AC ബ്രിഡ്ജ് തന്നെയാണ് മാക്സ്വെൽസ് ബ്രിഡ്ജ്. അപ്പൊ ഈ ഒരു കണ്ടോ, അതാണ് ഇവിടെ ഗാലനോമീറ്ററും ഹെഡ്ഫോണും കണക്ട് ചെയ്തിരിക്കുന്നത്. നമ്മൾ ആദ്യം എന്ത് ചെയ്യും, ഗാലനോമീറ്റർ യൂസ് ചെയ്തിരിക്കുന്നത് സ്റ്റാൻഡൈസ് ചെയ്തതിനു ശേഷം ആയിരിക്കും ഹെഡ്ഫോൺസ് യൂസ് ചെയ്യുന്നത്. ഡയറക്റ്റ് നമ്മൾ ഹെഡ്ഫോൺ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യത്തില്ല, ഒരു റിസൾട്ട് കിട്ടത്തില്ല. കാരണം അതിൽ നമുക്ക് ടോൺ കൂടുതലാണോ കുറവാണോ എന്ന് മാത്രമേ നമുക്ക് നോക്കാൻ പറ്റത്തുള്ളൂ. ഗാലനോമീറ്റർ ആകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, കറക്റ്റ് ഒരു ഡിഫ്ലക്ഷൻ കിട്ടും. അപ്പോൾ ഗാലനോമീറ്റർ ആണ് ആദ്യം കണക്ട് ചെയ്യേണ്ടത്. കണക്ട് ചെയ്തതിനെ ഒന്ന് സെറ്റ് ചെയ്തതിനു ശേഷം നമ്മൾ എന്ത് ചെയ്തത്, ഹെഡ്ഫോൺ കണക്ട് ചെയ്യുന്നത്. അപ്പോൾ മാക്സ്വെൽസ് ബ്രിഡ്ജ് LC ബ്രിഡ്ജ് എന്ന് വെച്ചാൽ അവിടെ നമുക്ക് L-ഉം C-യും ഇൻഡക്ടറും കപ്പാസിറ്ററും വരുന്നുണ്ട്. സെൽഫ് ഇൻഡക്റ്റൻസ് ഓഫ് എ കോയിൽ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യുന്നത്, മാക്സ്വെൽസ് ബ്രിഡ്ജ് യൂസ് ചെയ്യുന്നത്.
അപ്പോൾ ഇവിടെ കോയിൽ L ഉണ്ട്, ഇസ് കണക്റ്റഡ് ഇൻ സീരീസ് വിത്ത് വേരിയബിൾ നോൺ ഇൻഡക്റ്റീവ് റെസിസ്റ്റൻസ് R4. അപ്പോൾ R4ൽ അതൊരു വേരിയബിൾ റെസിസ്റ്റർ ആണ്. അപ്പോൾ അതിന്റെ അക്രോസ് ആയിട്ട് എന്ത് ചെയ്യുന്ന ഒരു ഇൻഡക്ടർ നമ്മൾ കണക്ട് ചെയ്യുന്നത്. അപ്പോൾ R4ന് കണ്ടീഷൻ പറയുന്നുണ്ട് അത് എന്താവാൻ പാടില്ല, അത് ഇൻഡക്റ്റീവ് റെസിസ്റ്റൻസ് ആവാൻ പാടില്ല, നോർമലി ഉള്ള റെസിസ്റ്റൻസ് ആയിരിക്കണം. അപ്പോൾ അത് സി ഡി എന്ന് പറഞ്ഞ ആമിലാണ് കൊടുക്കുന്നത്. ആൻഡ് ആം ബി സി ആൻഡ് എ ഡി കണ്ടെയ്ൻ നോ ഇൻഡക്റ്റീവ് റെസിസ്റ്റൻസ് R1 ആൻഡ് R3 റെസ്പെക്റ്റീവ്ലി ആൻഡ് വൈൽ വേരിയബിൾ കപ്പാസിറ്റർ C1 കണക്റ്റഡ് ഇൻ പാരലൽ വിത്ത് റെസിസ്റ്റൻസ് R1 ഫ്രം ദ ആം എ ബി. ഓക്കെ, അപ്പോൾ അവിടെ ഒരു സ്റ്റാൻഡേർഡ് വേരിയബിൾ റെസിസ്റ്റർ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, കപ്പാസിറ്റർ നമ്മളോട് കണക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിലാണ് കണക്ഷൻ വരുന്നത്. ഇനി ഇതിലെ ഓരോ ആംസിലെയും ഇമ്പിഡൻസ് ആണ് Z1, Z2, Z3, Z4 എന്ന് പറയുന്നത്. അപ്പോൾ അവിടുത്തെ ബ്രിഡ്ജ് ബാലൻസ്ഡ് ആകുമ്പോൾ Z1 by Z2 is equal to Z3 by Z4 ആയിരിക്കും. പിന്നെ എന്ത് ചെയ്യാം, പിന്നെ നമുക്ക് അവിടെ 1/Z ന്റെ വാല്യൂസ് എടുക്കാം. 1/Z is equal to, അത് നമുക്ക് ഈ ബ്രിഡ്ജിന്റെ ബേസിലാണ് എടുക്കുന്നത്. 1/Z equal to, അത് 1/Z മീൻസ് എ ബി ബ്രിഡ്ജ് ആണ്. എ ബി ബ്രിഡ്ജ് ഏതാണ്, കണ്ടോ ഈ ബ്രിഡ്ജ്. അപ്പോൾ ഈ ബ്രിഡ്ജ് വരുമ്പോൾ അവിടെ ഇതെന്താണ്, പാരലൽ കോമ്പിനേഷൻ ആണ്. അപ്പോൾ 1/R1 plus 1/R2 പറഞ്ഞാൽ R2 എന്ന് പറയുമ്പോൾ അവിടെ നമുക്ക് എന്താണ്, കപ്പാസിറ്റി റിയാക്ടൻസ് ആണ്. അപ്പോൾ അതാണ് എന്ത് ചെയ്യുന്നത്, 1/j omega C1 എന്ന് എഴുതിയിരിക്കുന്നത്. 1/R1 plus j omega C1 എന്ന് കിട്ടും. ഓർ Z1 എന്ന് കിട്ടും R1 by 1 plus jc omega 1. അപ്പോൾ ഇതേപോലെ എന്ത് ചെയ്യുക, ബാക്കിയുള്ള ബ്രാഞ്ചസിലെ വാല്യൂസ് എടുക്കുക. ഇവിടെ നമുക്ക് അടുത്ത ഇൻഡക്ടർ സീരീസ് കോമ്പിനേഷൻ ആണ്, ആഡ് ചെയ്താൽ മാത്രം മതി. Z2ന്റെ അവിടെ R2 മാത്രമേ ഉള്ളൂ, Z3യുടെ അവിടെ R3 മാത്രമേ ഉള്ളൂ. ഇനി ഇതെല്ലാം കൂടി എന്ത് ചെയ്യാം, നമുക്ക് ഇക്വേഷൻ നമ്പർ 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഈ വാല്യൂസ് എല്ലാം ഡയറക്റ്റ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. സബ്സ്റ്റിറ്റ്യൂട്ട് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, ഇതിങ്ങനെ ഇക്വേറ്റ് ചെയ്യാൻ പറ്റും. ഇക്വേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത് എന്ത് ചെയ്യുക, അതിന്റെ ഇമാജിനറി പാർട്ടിനെയും റിയൽ പാർട്ടിനെയും എന്ത് ചെയ്യുക, ഇക്വേറ്റ് ചെയ്യുക. അപ്പോൾ ഇമാജിനറി പാർട്ട് ഇക്വേറ്റ് ചെയ്യുക മീൻസ് അവിടെ നമുക്ക് എന്തൊക്കെ വരും, അവിടെ നമുക്ക് ഈ എല്ലിന്റെയും സിയുടെയും വാല്യൂ മാത്രമേ വരത്തുള്ളൂ. ഒരു റിയൽ പാർട്ട് ഇക്വേറ്റ് ചെയ്യുന്ന സമയത്താണ് R4 R1 ഈക്വൽ ടു R2 R3, R1 by R2 is equal to R3 by R4 എന്ന് കിട്ടും. എല്ലിന്റെ ഇമാജിനറി പാർട്ട് ഇക്വേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, L is equal to R2 R3 into C1 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യമാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു കണ്ടീഷൻ എത്തുമ്പോൾ എന്താവും, ബാലൻസ്ഡ് കണ്ടീഷൻ ആവും, അല്ലെങ്കിൽ ആ ഒരു ഫ്രീക്വൻസി ബാലൻസ്ഡ് കണ്ടീഷനിലാവും. അപ്പോൾ നമ്മൾ ഈ എക്സ്പെരിമെന്റ് ചെയ്യുന്ന സമയത്ത് R1 by R2 റേഷ്യോ എന്തായിരിക്കണം, അത് സിമ്പിൾ റേഷ്യോ, കോംപ്ലക്സ് റേഷ്യോ ആവാൻ പാടില്ല. അത് കുറച്ച് വാല്യൂസിലുള്ള റേഷ്യോ കുറവായിരിക്കണം R1 by R2 എന്ന് പറയുന്നത്. ആൻഡ് R4 എന്ത് ചെയ്യുക, ആ ഹെഡ്ഫോൺ മിനിമം സൗണ്ട് തരുന്നവരെ വേരി ചെയ്യുക. ഓക്കെ, R4 എന്ന് പറയുന്ന ആ ഒരു ഇതിനെ, R4 വേരിയബിൾ റെസിസ്റ്റർ ആണ്, വേരിയബിൾ റെസിസ്റ്റർ. അപ്പോൾ ഇത് എന്ത് ചെയ്യണം, ഇത് അവിടെ ഹെഡ്ഫോൺ ഒരു മിനിമം വാല്യൂ തരുന്നവർ എന്ത് ചെയ്യുക, ഇതിനൊന്ന് മൂവ് ചെയ്യുക. അത് മൂവ് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യുക, now potential at B and D are equal in magnitude. Next capacitance C1 is adjusted until the sound here in the phone is further reduced to minimum. അടുത്ത് ഇത്രയും ബാലൻസ് ചെയ്തതിന് ശേഷം വീണ്ടും എന്ത് ചെയ്യണം, വീണ്ടും അവിടെ നമ്മൾ ഇത് മിനിമം ആവുന്ന വരെ കപ്പാസിറ്റർ എന്ത് ചെയ്യണം, വേരി ചെയ്യുക. അപ്പോൾ ഈ ഒരു എക്സ്പെരിമെന്റ് നമുക്ക് എന്ത് ചെയ്യാം, ഡിഫറെന്റ് വാല്യൂസ് ഓഫ് റെസിസ്റ്റർ വെച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റും, എക്സ്പെരിമെന്റ് റിപ്പീറ്റ് ചെയ്യാൻ പറ്റും. അത് R1 by R2 ന്റെ വാല്യൂസ് ഒക്കെ എന്ത് ചെയ്താൽ മതി, വേരി ചെയ്താൽ മതി. അപ്പോൾ അത് വെച്ച് നമുക്ക് എന്ത് ചെയ്യാം, ഡിഫറെന്റ് വാല്യൂസിന് ഒരു എക്സ്പെരിമെന്റ് റിപ്പീറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള ഇൻഡക്ടൻസിന്റെ വാല്യൂ എന്ത് ചെയ്യാൻ പറ്റും, മ്യൂച്വൽ ഇൻഡക്ടൻസിന്റെ വാല്യൂ നമുക്ക് അവിടെ കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഈ ഒരു മെത്തഡാണ് മാക്സ്വെൽസ് ബ്രിഡ്ജ് എന്ന് പറയുന്നത്. ഇത് എക്സാമിനേഷൻ ചോദിക്കാം, മാക്സ്വെൽസ് ബ്രിഡ്ജ്. അപ്പോൾ വരയ്ക്കാൻ അറിഞ്ഞിരിക്കുക, ബാക്കി ഡെറിവേഷൻ കാര്യങ്ങൾ എന്ത് ചെയ്യുക, ഒന്നുകൂടി നോക്കുക. ഇമ്പിഡൻസ് മാത്രമേ ഉള്ളൂ, പ്രത്യേകിച്ചൊന്നും ഇല്ല. ഓരോ ആംസിന്റെ ഇമ്പിഡൻസ് എന്ത് ചെയ്യുക, കാൽക്കുലേറ്റ് ചെയ്യുക, ഇമാജിനറി പാർട്ടും റിയൽ പാർട്ടും ഇക്വേറ്റ് ചെയ്യുക, അത് മാത്രമേ ഉള്ളൂ. ഓക്കെ, ഇനി ഓവൻസ് ബ്രിഡ്ജ് ആണെങ്കിൽ, ഓവൻസ് ബ്രിഡ്ജ് എന്താണ്, അത് ഇൻഡക്ടൻസ് ഓഫ് എ കോയിൽ ഇൻ ടേംസ് ഓഫ് ടു റെസിസ്റ്റൻസ് ആൻഡ് സ്റ്റാൻഡേർഡ് കപ്പാസിറ്റർ. അതിൽ എന്താണ്, ഇവിടെ നമുക്ക് വേറൊരു കപ്പാസിറ്റർ അല്ല, സ്റ്റാൻഡേർഡ് കപ്പാസിറ്റേഴ്സ് ആണ് എന്ത് ചെയ്യുന്നത്, യൂസ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു മെത്തേഡ് യൂസ് ചെയ്തിട്ട് നമുക്ക് ഇൻഡക്ടൻസ് കണ്ടുപിടിക്കാൻ വേണ്ടിയുള്ള മെത്തേഡാണ് എന്ത്, ഓവൻസ് ബ്രിഡ്ജ് എന്ന് പറയുന്നത്. അപ്പോൾ ബ്രിഡ്ജിന്റെ സർക്യൂട്ട് ഒക്കെ നോക്കിയല്ലോ, സർക്യൂട്ട് R1 ഉണ്ട്, വേരിയബിൾ റെസിസ്റ്റർ ആണ്. അടുത്ത C1 ഉണ്ട്, സ്റ്റാൻഡേർഡ് കപ്പാസിറ്റർ ആയിരിക്കും, വേരി ചെയ്യാൻ പറ്റില്ല. C2 സ്റ്റാൻഡേർഡ് കപ്പാസിറ്റർ ആണ്. R4 റെസിസ്റ്റർ ഉണ്ട്, R3 വേരിയബിൾ റെസിസ്റ്റർ ആണ്. അവിടെ L എന്ന് പറയുന്ന ഒരു ഇൻഡക്ടറോട് എന്ത് ചെയ്തിട്ടുണ്ട്, കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഇമ്പിഡൻസ് കണ്ടീഷൻ ആവുമ്പോൾ എന്തായിരിക്കും, ഇമ്പിഡൻസ് കണ്ടീഷൻ ആവുമ്പോൾ നേരത്തെ പോലെ തന്നെ Z1 by Z2 is equal to Z3 by Z4 ആയിരിക്കും, അല്ലെങ്കിൽ ഒരു ബാലൻസ് കണ്ടീഷൻ ആവുന്ന സമയത്ത്. അപ്പോൾ എന്ത് ചെയ്യുക, ആ ഓരോ ആംസിലെയും എന്താണ് അവിടെ നിന്ന് കണ്ടുപിടിക്കുക. ഇവിടെ നമുക്ക് Z1 ഇതായിരിക്കും Z1 എന്ന് പറയുന്നത്. അവിടെ R1 പ്ലസ് എന്ത് വരും, കപ്പാസിറ്റി റിയാക്ടൻസ് കൂടി വരും. പ്ലസ് Z2 എന്തുണ്ട്, അവിടെ നമുക്ക് കപ്പാസിറ്റി റിയാക്ടൻസ് മാത്രമുണ്ട്. Z3 എന്ന് പറയുന്നത് R3 ആണ്, അവിടെ ഇൻഡക്ടർ ഉണ്ട്, കപ്പാസിറ്റർ ഉണ്ട്. Z4 എന്ന് പറയുന്നത് R4 ആണ്, അവിടെ എന്തുണ്ട്, R4 മാത്രമേ ഉള്ളൂ. അപ്പോൾ അതേപോലെ എന്ത് ചെയ്യുക, നേരത്തെ പോലെ എല്ലാം കണ്ടുപിടിച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തെടുക്കുക. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തതിനു ശേഷം അവിടെ നിന്ന് സിംപ്ലിഫൈ ചെയ്തതിനു ശേഷം ഇമാജിനറി പാർട്ടും റിയൽ പാർട്ടും എന്ത് ചെയ്യുക, ഇക്വേറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് എല്ലിന്റെ വാല്യൂ കിട്ടും. എല്ലാണല്ലോ നമുക്ക് കണ്ടുപിടിക്കേണ്ടത്, ഇൻഡക്ടൻസ്. L is equal to R1 R4 into C2 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് അവിടുത്തെ ഒരു ഈ R3 എന്ന് പറയുന്ന റെസിസ്റ്റർ വേരി ചെയ്ത് എന്ത് ചെയ്യാൻ പറ്റും, R3 എന്ന റെസിസ്റ്റർ വേരി ചെയ്തിട്ട് നമുക്ക് അവിടെ സൗണ്ട് ഹിയർ ഹെഡ്ഫോണിൽ സൗണ്ട് നമുക്ക് മിനിമം ആക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യും, നമ്മളവിടെ
ആ ഒരു ഇൻഡക്റ്റൻസ് ഡിറ്റർമിൻ ചെയ്യുന്നത്. ഓക്കെ, ഇത്രയാണ് നിങ്ങൾക്ക് അതിനകത്ത് വരുന്നത്. ഇനി അടുത്തൊരു ടോപ്പിക് കൂടെ ഉണ്ട്, ലാസ്റ്റ് ടോപ്പിക്കാണ് ദ മെഷർമെന്റ് ഓഫ് പവർ എ സി സർക്യൂട്ട്. അപ്പൊ ഈ ഒരു എ സി സർക്യൂട്ടിൽ പവർ യൂസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഡിവൈസിനെ പറഞ്ഞപ്പോഴാണ് എ സി വോൾട്ട് മീറ്റർ. അപ്പൊ ഇത് ഇവിടെ കുറച്ച് ഹിസ്റ്ററി ഒക്കെ പറയുന്നുണ്ട്. 1878 JB ഫള്ളർ എന്ന് പറയുന്ന സയന്റിസ്റ്റ് ആണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു ഡിസൈൻ ആദ്യമായിട്ട് കൊണ്ടുവരുന്നത്. അപ്പൊ അദ്ദേഹം ഇത് ശരിക്കും പവർ കൺസ്യൂംഡ് ബൈ ലാമ്പ്, എ സിയിൽ വർക്ക് ചെയ്യുന്ന ലാമ്പിന്റെ പവർ കൺസ്യൂം ചെയ്യാൻ എന്ത് ചെയ്ത് ഡിസൈൻ ചെയ്ത്. പിന്നെ അതിനുശേഷം എന്ത് ചെയ്തു, റേഡിയോ, ശരിക്കും ഇത് കുറച്ചുകൂടി അഡ്വാൻസ് ചെയ്ത് വന്നത് റേഡിയോ കമ്മ്യൂണിക്കേഷൻ വന്നതിന് ശേഷമാണ്. റേഡിയോ കമ്മ്യൂണിക്കേഷനിൽ റേഡിയോസും മൈക്രോവേവ് എക്യുപ്മെന്റ്സ് എത്രത്തോളം പവർ കൺസ്യൂം ചെയ്യുന്നു അറിയാൻ വേണ്ടിയാണ് എന്ത് ചെയ്യുന്നത്, ഇത് ഡിസൈൻ ചെയ്ത് വരുന്നത് അതിനുശേഷം. അപ്പോൾ ഇത് പിന്നെ ഇപ്പൊ നമ്മുടെ വീടുകളിൽ നമുക്ക് അവൈലബിൾ ആയിരിക്കും. ഈ ഡിവൈസിലൊക്കെ നമുക്ക് പവർ കൺസപ്ഷൻ അറിയാൻ വേണ്ടിയിട്ട് കൂടുതൽ നമ്മുടെ വീട്ടിലല്ല ഫാക്ടറീസിലൊക്കെ ഡിവൈസ് മെഷീൻസ് നോക്കി അറിയാൻ പറ്റും. അവിടെ നമുക്ക് ഈ വാട്ട് മീറ്റർ കാണാൻ പറ്റും. ഒന്ന് അമ്മീറ്റർ കാണും, ഒരു വോൾട്ട് മീറ്റർ കാണും, സൈഡിൽ വാട്ട് മീറ്ററും കാണും. അപ്പോൾ എത്ര പവർ കൺസ്യൂം ചെയ്ത് എന്ത് ചെയ്യാൻ പറ്റും, അതുവഴി അറിയാൻ പറ്റും. അതേപോലെ നമ്മുടെ ചില ഡിവൈസിന് സൈഡ് നോക്കിയാൽ പവർ റേറ്റിംഗ് ഇത്രയാണെന്ന് കാണിച്ചിരിക്കും. അപ്പൊ പവർ റേറ്റിംഗ് കാണിക്കുന്ന ശരിക്കും എന്താണ്, ആ ഒരു ഡിവൈസസ് ഇതുപോലത്തെ വാട്ട് മീറ്ററിൽ വെച്ച് ടെസ്റ്റ് ചെയ്യാൻ ശേഷം നമുക്ക് തരുന്നത്. അപ്പൊ അതാണ് അവിടുത്തെ പവർ റേറ്റിംഗ് എന്ന് പറഞ്ഞ് എഴുതിയിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയാണ് അതിന്റെ ഹിസ്റ്ററി. ഒന്ന് വായിച്ചു വെച്ചിരിക്കുക, എക്സാമിനേഷനിൽ ഓർമ്മ വരുന്ന കാര്യങ്ങൾക്കൊന്ന് എഴുതി വെക്കാം. ജസ്റ്റ് ഒന്ന് വോൾട്ട് മീറ്റർ ചോദിക്കുമെന്ന് തോന്നുന്നില്ല, അത്ര ഇമ്പോർട്ടന്റ് അല്ല അത്, എന്നാലും ഒന്ന് വായിച്ചു വെച്ച് എളുപ്പമാണ്, വേറെ ഒന്നും ഇല്ല, നോക്കാം. ഓക്കെ, അപ്പൊ പ്രിൻസിപ്പിൾ നോക്കാം. അപ്പൊ പ്രിൻസിപ്പിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മൂവിംഗ് കോയിൽ ഗാൽവനോമീറ്ററിന്റെ പ്രിൻസിപ്പിൾ ആണ് ഇവിടെയും വരുന്നത്. അപ്പൊ ഇതില് ആദ്യം കൊണ്ടുവന്ന് നമുക്ക് ഇലക്ട്രിക്കൽ, അതായത് ഡിജിറ്റൽ വോൾട്ട് മീറ്റേഴ്സ് ഉണ്ട്, അന്ന് അനലോഗ് മാത്രമേ ഉള്ളൂ. അപ്പൊ ഇതിലായിട്ട് വർക്കിംഗ് എന്ന് വെച്ചാൽ എന്താണ്, ഇലക്ട്രോമാഗ്നറ്റിക് വാട്ട് മീറ്റർ ഡിസൈൻ ഇൻ 20th century വർക്ക് ഓൺ ദ പ്രിൻസിപ്പിൾ ഓഫ് ടോർക്ക് എക്സർട്ടഡ് ഓൺ എ കറണ്ട് ക്യാരിയിങ് കോയിൽ. അപ്പൊ ഒരു കറണ്ട് ക്യാരിയിങ് കോയിലിൽ നമ്മൾ കറണ്ട് കൊടുത്ത് എന്ത് ചെയ്യും, ഒരു ടോർക്ക് ഉണ്ടാവും. മാഗ്നറ്റിക് എഫക്ട് അറിയാലോ, കാരണം ഇപ്പൊ ഇതൊരു കോയിലാണെങ്കിൽ ഈ കോയിൽ ഇപ്പോൾ രണ്ട് മാഗ്നറ്റൈസിങ് ഫീൽഡിൽ വെച്ചിട്ടുണ്ട്. അപ്പൊ ഞങ്ങളൊരു കറണ്ട് കൊടുത്ത് എന്ത് ചെയ്യും, ഒരു ടോർക്ക് ഉണ്ടാവും. ടോർക്ക് ഉണ്ടായിട്ട് ഡിഫ്ലക്ഷൻ കാണിക്കും. നിങ്ങളുടെ ഗാൽവനോമീറ്റർ ഡിഫ്ലക്ഷൻ കാണിക്കുന്ന പോലെ എന്ത് ചെയ്യുന്നത്, അവിടെ ഡിഫ്ലക്ഷൻ വരുന്നത്. അതാണ് അതിന്റെ വർക്കിംഗ് എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് നോക്കുക. അപ്പൊ അത്രയും മാത്രമല്ല, ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടെ ഇത് ഞാൻ പറഞ്ഞുതരാം. ഇവിടെ രണ്ട് കോയിൽസ് എക്സ്ട്രാ ഇവിടെ ഉണ്ട്, രണ്ട് സൈഡിൽ രണ്ട് കോയിൽസ് ഉണ്ട്. ഈ സെന്ററിൽ ഇരിക്കുന്ന കോയിലായിരിക്കും എന്ത് ചെയ്യുന്നത്, മൂവിംഗ് കോയിൽ എന്ന് പറയുന്നത്. സെന്ററിൽ ഇരിക്കുന്ന കോയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മൂവ് ചെയ്യാൻ പറ്റും. ഈ സൈഡിൽ ഇരിക്കുന്ന കോയിൽ എന്ത് ചെയ്യത്തില്ല, അത് മൂവ് ചെയ്തില്ല, അത് അവിടെ സ്റ്റേഷനറി ആയിട്ട് ഇരിക്കുന്ന കോയിൽസ് ആണ് ഈ കറണ്ട് കോയിൽ എന്ന് പറയുന്നത്. ഈ മൂവ് ചെയ്യുന്ന കോയിൽ എന്തായിരിക്കും, അത് അവിടുത്തെ വോൾട്ടേജ് കോയിൽ ആയിരിക്കും. അപ്പൊ ടോട്ടലി എന്തുണ്ട്, 3 കോയിൽസ് ഇതിനകത്തുണ്ട്. അപ്പൊ ഇതില് ഈ സീരീസ് കോയിൽസ് മീൻസ് ഈ ഒരു കറണ്ട് കോയിൽ എന്ന് പറയുന്നത്. അപ്പൊ ഈ സീരീസ് കോയിൽ എന്ത് ചെയ്യും, അവിടുത്തെ കറണ്ട് ഫ്ലോ മെഷർ ചെയ്യും. ആൻഡ് പാരലൽ കോയിൽ എന്ന് വെച്ചാൽ ഈ ലോഡിന് പാരലൽ ആയിട്ടുള്ള കോയിലാണ്, അത് ഇതാണ്. അപ്പൊ പാരലൽ കോയിൽ എന്ത് ചെയ്യും, പാരലൽ കോയിലായിരിക്കും അവിടെ നമുക്ക് വോൾട്ടേജ് മെഷർ ചെയ്യുന്നത്. അപ്പൊ വോൾട്ടേജും കറണ്ടും അറിയാമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പവർ കിട്ടും. അപ്പൊ ഇവിടുത്തെ ഈ റൊട്ടേഷൻ എന്തായിരിക്കും, ഇവിടുത്തെ ഈ ഒരു കറണ്ടും വോൾട്ടേജ് വരുന്ന സമയത്ത് ഇവിടുത്തെ റൊട്ടേഷൻ എന്ന് പറയുന്നത് അവിടുത്തെ എന്തായിരിക്കും, റൊട്ടേഷൻ ആയിരിക്കും അവിടുത്തെ പവർ എന്ന് പറയുന്നത്. ഓക്കെ, ഇത് പിന്നെ ഒരു സീരീസ് റെസിസ്റ്റർ കണക്ട് ചെയ്തിട്ടുണ്ട്. ഈ സീരീസ് റെസിസ്റ്റർ കണക്ട് ചെയ്യാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നമുക്ക് ആ മൂവിംഗ് കോയിലിൽ ഒരുപാട് കറണ്ട് ഫ്ലോ ചെയ്യാതിരിക്കാൻ വേണ്ടി എന്ത് ചെയ്യുന്നത്, അവിടെ ഒരു റെസിസ്റ്റർ കണക്ട് ചെയ്തിരിക്കുന്നത്. പിന്നീട് ഇതൊരു മോഷൻ ഇല്ലാത്ത ടൈമിൽ ഇപ്പോൾ നമുക്ക് ഗാൽവനോമീറ്റർ നോക്കിയാൽ അറിയാം, അല്ലെങ്കിൽ അമ്മീറ്റർ നോക്കിയാൽ അറിയാം, നമ്മൾ കറണ്ട് കൊടുക്കുമ്പോൾ മാക്സിമം ഇങ്ങേറ്റം എത്തും. കറണ്ട് കൊടുക്കുന്ന സമയത്ത് എന്ത് ചെയ്യും, മൂവ് ചെയ്ത് ഇങ്ങേറ്റത്ത് എത്തും. അത് കഴിയുമ്പോൾ എന്ത് ചെയ്യും, തിരിച്ചു പോകും. നമ്മൾ കറണ്ട് റിലീവ് ചെയ്യുമ്പോൾ കാരണം തിരിച്ചു പോകാൻ വേണ്ടി എന്താണ് ചെയ്യുന്നത്, തിരിച്ചു പോകുന്നത് ശരിക്കും ഇലക്ട്രിക്കൽ എഫക്ട് അല്ല, അതിനകത്ത് എന്ത് ചെയ്യുന്നു, ഒരു സ്പ്രിംഗ് അറേഞ്ച്മെന്റ് ഉണ്ട്. ഈ സ്പ്രിംഗ് ആണ് എന്ത് ചെയ്യുന്നത്, ഇതിനെ തിരിച്ചു കൊണ്ടുപോകുന്നത്. ഓക്കെ, ഇത്രയാണ് അതിന്റെ വർക്കിംഗ് എന്ന് പറയുന്നത്. The series resistor limit the current flowing through the moving coil and is placed between two fixed coil and then it attached to a indicator needle. The deflection needle gives the measure of power. Okay, അപ്പോൾ അതിന്റെ പവറിന്റെ മെഷർ, കാരണം പവർ കിട്ടാൻ്റെ മെയിൻ റീസൺ എന്താണ്, ഇവിടെ നമുക്ക് രണ്ട് ടൈപ്പ് കോയിൽസ് നമ്മൾ വെച്ചിട്ടുണ്ട്. ഒന്ന് സീരീസ് കോമ്പിനേഷനിൽ, മറ്റൊന്ന് പാരലൽ. അപ്പോൾ സീരീസ് കോമ്പിനേഷനിൽ ഇരിക്കുന്നത് നമുക്ക് എന്ത് തരും, സീരീസ് കോമ്പിനേഷനിൽ ഇരിക്കുന്ന ആ ഒരു ലോഡുമായിട്ട് സീരീസ് കോമ്പിനേഷനിൽ ഇരിക്കുന്നത് നമുക്ക് അവിടുത്തെ കറണ്ട് തരും. പാരലൽ കോമ്പിനേഷനിൽ ഇരിക്കുന്ന എന്ത് തരും, പാരലൽ കോമ്പിനേഷനിൽ ഇരിക്കുന്നതായിരിക്കും നമുക്ക് അവിടുത്തെ വോൾട്ടേജ് തരുന്നത്. അപ്പോൾ വോൾട്ടേജ് കറണ്ട് അറിയാമെങ്കിൽ ഈ ഡിഫ്ലക്ഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും, അത് അവിടുത്തെ പവറിന്റെ റേറ്റിംഗ്സിലായിരിക്കും വരുന്നത്. അപ്പോൾ വർക്കിംഗ് പറയുന്നത് എ സിംപ്ലിഫൈഡ് ഇലക്ട്രോ ഡൈനാമോമീറ്റർ വാട്ട്മീറ്റർ സർക്യൂട്ട് ഷോൺ ഫിഗർ. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് എ പെയർ ഓഫ് ഫിക്സഡ് കോയിൽ ആൻഡ് എ കറണ്ട് കോയിൽസ് കൺസിസ്റ്റിംഗ് എ ഫ്യൂ ടേൺസ് ഓഫ് ലാർജ് കണ്ടക്ടർ. അപ്പോൾ കോയിലിനെ കുറിച്ച് എക്സ്പ്ലനേഷൻ ആണ്. ഞാൻ ഇപ്പോൾ പറഞ്ഞ കാര്യം തന്നെയാണ്, ഒന്നുകൂടി ഒന്ന് വായിച്ചു നോക്കുക. ഇറ്റ് ഈസ് മൗണ്ടഡ് ഓൺ എ ഷാഫ്റ്റ് വിച്ച് ഈസ് സപ്പോർട്ടഡ് ഇൻ ജൂഡ് ബിയറിംഗ് സച്ച് ദാറ്റ് ഇറ്റ് ക്യാൻ ഫ്രീലി ഇൻ ബിറ്റ്വീൻ ദ സ്റ്റേഷനറി കോയിൽസ്. എന്ത് ചെയ്യാൻ പറ്റും, ആ സ്റ്റേഷനറി കോയിൽസ് ഇൻ ബിറ്റ്വീൻ ആയിട്ട് ഫ്രീ ആയിട്ട് മൂവ് ചെയ്യാൻ പറ്റും. ആൻഡ് പോയിന്റർ ഇതിന് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ആൻഡ് പോയിന്റേഴ്സ് ക്യാൻ മൂവ് ഓൺ എ ഗ്രാജുവേറ്റഡ് സർക്കുലർ സ്കെയിൽ. ഗ്രാജുവേറ്റഡ് സർക്കുലർ സ്കെയിൽ മീൻസ് ഇവിടെ നമുക്ക് റീഡിംഗ്സ് കാണിക്കുന്ന സ്കെയിലാണ് ഗ്രാജുവേറ്റഡ് സർക്കുലർ സ്കെയിൽ എന്ന് പറയുന്നത്. അപ്പോൾ അതൊരു എന്ത് മൂവ് ചെയ്യും. അപ്പോൾ സിഗ്നൽ കൊടുത്തില്ല എങ്കിൽ ഒരു സ്പ്രിംഗ് കാണും. ഇവിടെ ഇപ്പോൾ സ്പ്രിംഗ് കാണിച്ചിട്ടില്ല, സാധാരണ ഇവിടെ ഒരു സ്പ്രിംഗ് കൂടി ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്ത് വെച്ചേക്കും.
ഇങ്ങനെ ഒരു സ്പ്രിങ്, ഈ ഒരു സ്പ്രിങ് ആണ് എന്ത് ചെയ്യുന്നത്, ആ ഒരു സ്പ്രിങ് ആണ് ഇതിനെ തിരിച്ച് സീറോയിൽ കൊണ്ടെത്തിക്കുന്നത്. കറണ്ട് മാറ്റുന്ന സമയത്തോ അല്ലെങ്കിൽ സിഗ്നൽ ഇല്ലാത്ത സമയത്തോ ഈ ഒരു ഇതിനെ സീറോയിൽ നിർത്തിയിരിക്കുന്ന എന്താണ്, ആ ഒരു സ്പ്രിങ് ആണ്. ഇപ്പൊ സ്പ്രിങ് കൊടുത്തില്ലെങ്കിൽ എന്ത് ചെയ്യും, നമ്മൾ ആ ഡിവൈസ് എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ചരിക്കുന്നതനുസരിച്ച് എന്ത് ചെയ്യാം, ഈ കോയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യും. ആ സ്പ്രിങ് ഉണ്ടെങ്കിൽ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ, ഇതിവിടെ സീറോയിൽ വന്ന് നിൽക്കത്തുള്ളൂ ലാസ്റ്റ്. ഓക്കെ, ബാക്കിയെല്ലാം എന്താ നേരത്തെ പറഞ്ഞ പോലെയാണ് വർക്കിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ സിഗ്നൽ ഇല്ലാത്തപ്പോൾ ആ സ്പ്രിങ് എന്ത് ചെയ്യും, സീറോ വെക്കും. ഓക്കെ, നെക്സ്റ്റ് the current coil is connected in series and the load, whereas the voltage coil is connected across the parallel to the load. Hence a non-inductive resistance in series with it. When the current flows to the current coil, the magnetic field is set up which in phase the proportional എന്ത് ചെയ്യുന്നുണ്ട്, magnetic field അവിടെ കാണും. അപ്പോൾ എന്ത് ചെയ്യാം, ആ ഡീവിയേഷൻ കാണിക്കാം, ആ ലൈൻ കറന്റ് അനുസരിച്ച് എന്ത് ചെയ്യും, ഡീവിയേഷൻ കാണിക്കാം. The current voltage is almost in phase with the line voltage. The mechanical couple between coil is proportional to the product of the current. Since the current voltage is proportional to supply voltage, എന്ത് ചെയ്യുന്നു, നമ്മൾ ആ ഒരു വാല്യൂസ് അനുസരിച്ച് നമ്മൾ കൊടുക്കുന്ന വോൾട്ടേജും കറന്റും അനുസരിച്ച് എന്ത് ചെയ്യാം, അവിടെ ഡീവിയേഷൻ കാണിക്കാൻ പറ്റും. അപ്പോൾ ഡീവിയേഷൻ കാണിക്കുന്ന ഇക്വേഷൻ ERMS ഇൻറ്റു IRMS cos phi. അപ്പോൾ അവിടുത്തെ ഫേസും കൂടി നമ്മൾ എന്ത് ചെയ്യുന്നു, അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്, ഇതിനകത്ത് എന്ത് ചെയ്യുകയാണ്, ഇൻക്ലൂഡ് ചെയ്യുകയാണ്. അപ്പോൾ നിങ്ങൾ ആദ്യം എക്സാമിനേഷൻ ചോദിക്കുവാണെങ്കിൽ ഈ ഒരു ഫിഗറോട് വരയ്ക്കുക, കാരണം ഇതിലാണ് കുറച്ച് ക്ലിയർ ആയിട്ട് ആ ഒരു പാരലൽ കോമ്പിനേഷൻ സീരീസ് കോമ്പിനേഷൻ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, ഇതിന്റെ റെപ്രസെന്റേഷൻ ഫിഗർ ആണ്. There are errors due to inductance L of the voltage due to the change in frequency temperature. The current voltage coil need not to be in phase with voltage but lag behind the അതായത് ഇവിടെ പറഞ്ഞിരിക്കുന്നത്, ഇപ്പോൾ നമുക്ക് അവിടെ ഇൻഡക്ടൻസ് ഉണ്ട്, ഇതിനകത്ത് നമ്മൾ കൊടുക്കുമ്പോൾ ആ കോയിൽസ് എന്ത് ചെയ്യാം, ഇൻഡക്ടൻസ് കൊണ്ടുവരാം. അപ്പോൾ ഇൻഡക്ടൻസ് കൊണ്ടുവന്നതിന് എന്ത് ചെയ്യാം, അവിടെ കുറച്ച് വേരിയേഷൻസ് വരാൻ പറ്റും, ഇതിൽ കുറച്ച് വേരിയേഷൻസ് ഉണ്ടാവും. അപ്പോൾ ആ ഒരു വേരിയേഷന്റെ കണക്ക് ബാക്കിയാണ് എന്ത് ചെയ്യുന്നത്, താഴോട്ട് എഴുതിയിരിക്കുന്നത്. വോൾട്ടേജ് കറണ്ടും എന്തിനാ ആ ഒരു ഇൻഡക്ടൻസുമായി ബന്ധപ്പെട്ട് വരുന്ന കുറച്ച് വേരിയേഷൻ. ഇവിടെ നമുക്ക് ലാഗിങ്ങും ലീഡിങ്ങും ആണ് എന്ത് ചെയ്യുന്നത്, ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യുന്നത്. നമ്മുടെ ഇൻഡക്ടറുമായി ബന്ധപ്പെട്ട് വരുന്ന ലാഗിങ്ങും ലീഡിങ്ങും ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് ഇവിടുത്തെ ഇൻസ്റ്റന്റേനിയസ് റോഡ് കറണ്ട് നമ്മൾ IL എന്ന് എടുക്കുന്നു, I0 sin omega t minus phi. അപ്പോൾ കോസ് പൈ അവിടുത്തെ പവർ ഫാക്ടർ ആയിരിക്കും, ആ ഫൈ എന്ന് വെച്ചാൽ അവിടുത്തെ ഫേസും ആണ്. ദെൻ അവിടുത്തെ വോൾട്ടേജ് എത്രയാണ്, ആ കറണ്ട് അല്ലെങ്കിൽ ആ കോയിൽ കൊടുക്കുന്ന വോൾട്ടേജ് ദാറ്റ് ഈസ് I equal to E/R അല്ലെങ്കിൽ V/R എന്ന രീതി എടുക്കുവാണ്, ദാറ്റ് ഈസ് ഇംപെഡൻസ് ആയിട്ട് എടുക്കുവാണ്. ഇംപെഡൻസ് പറയുമ്പോൾ അവിടെ നമുക്ക് എന്ത് വരും, ഇൻഡക്ടൻസ് കൂടി അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യും, കാരണം കോയിൽ വരുന്നതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, ഇൻഡക്ടൻസ്, കപ്പാസിറ്റൻസ് വരത്തില്ല, ഇൻഡക്ടൻസ് മാത്രമേ എന്തെത്തുള്ളൂ അതിനകത്ത് ഇൻക്ലൂഡ് ആയിട്ട് വരത്തുള്ളൂ. E0 sin omega t minus theta എന്ന് വരും, ഡിവൈഡ് ബൈ root of R square plus L square omega square എന്ന് വരും. ഓക്കെ, ഇംപെഡൻസ്, ടോട്ടൽ റെസിസ്റ്റൻസ്. ദെൻ അടുത്ത് വീണ്ടും ഇവിടെ എന്ത് വരുന്നുണ്ട്, മെക്കാനിക്കൽ കപ്പിൾ ഓൺ ദ മൂവിംഗ് കോയിൽ ഇസ് പ്രൊപ്പോർഷണൽ ടു. മെക്കാനിക്കൽ കപ്പിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സ്പ്രിംഗ് കോൺസ്റ്റന്റിനെ ഭേദിച്ചുകൊണ്ട് എന്ത് ചെയ്യണം, ഇത് തിരിച്ച് മൂവ് ചെയ്യണം. അപ്പോൾ അതുകൊണ്ട് മെക്കാനിക്കൽ കപ്പിൾ അല്ലെങ്കിൽ ഒരു ഇലക്ട്രിക് ഫീൽഡ് കൊടുക്കുമ്പോൾ അത് എന്ത് ചെയ്യാം, ഒരു ടോർക്ക് പ്രൊഡ്യൂസ് ചെയ്യാം. അപ്പോൾ ആ ടോർക്ക് അനുസരിച്ച് എന്ത് ചെയ്യണം, അവിടെ വേരിയേഷൻ വരണം. അപ്പോൾ അതിനാണ് അവിടെ മെക്കാനിക്കൽ കപ്പിൾ എന്ന് പറയുന്നത്. അപ്പോൾ മെക്കാനിക്കൽ കപ്പിൾ എന്താണ്, ഇവിടെ നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഇലക്ട്രിക് ഫീൽഡിന് ഈക്വൽ ആണ്. ഓക്കെ, ബാക്കി പിന്നെ ഇവിടുത്തെ വരുന്നത് ഇതിന്റെ സിംപ്ലിഫിക്കേഷൻ ആണ്. E0 I0 by root of R square plus L square. ഇവിടെ എന്ത് ചെയ്യുക, സൈൻ തീറ്റയുടെ എക്സ്പാൻഷൻ വരുന്നുണ്ട്, കഴിഞ്ഞ ദിവസം നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത പോലെ എക്സ്പാൻഷൻ വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ എക്സ്പാൻഷൻ ഒക്കെ ഒന്ന് സിംപ്ലിഫൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇവിടെ എന്ത് കിട്ടും, that is equal to E0 I0 by 2 into root of R square plus L square omega square cos phi minus theta എന്ന് കിട്ടും. ദാറ്റ് ഈസ് ഇവിടെ നമുക്ക് തീറ്റ മീൻസ് അതിന്റെ ഡീവിയേഷൻ ആണ്. ഓക്കെ, ഈ തീറ്റ എന്ന് പറയുന്നത് നമ്മുടെ ആ ഒരു നീഡിൽ മൂവ് ചെയ്യുമല്ലോ, അപ്പോൾ നീഡിലിന്റെ ആ ഒരു ആംഗുലർ വേരിയേഷൻ ആണ് തീറ്റ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടുത്തെ power factor cos phi ആണ്, true power by apparent power. Okay, then when a high current is passed through the increase in temperature, the small spring attached to the spoiler get lengthened and lose tension. This causes error in the deflection. So maximum current that can pass through the voltmeter is restricted to above 20 ampere. The error also increase with the increasing frequency. For higher frequency range, special type of voltmeters are used. അപ്പോൾ ഇവിടെ നമ്മൾ ബാക്കി ഇൻഡക്ടൻസുമായി ബന്ധപ്പെട്ട് വരുന്ന കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഇക്വേഷൻ ബേസ് ചെയ്തിട്ട് ഡീൽ ചെയ്ത് നിർത്തിയിട്ടുണ്ട്. അതുപോലെ മെക്കാനിക്കൽ ആ ഒരു ടോർക്കിന്റെ കാര്യം നമ്മൾ എന്ത് ചെയ്തു, ആ ഇക്വേഷൻ വഴി നമ്മൾ ഇവിടെ നിർത്തിയിട്ടുണ്ട്. പക്ഷേ ഇവിടെ വേറെ പ്രശ്നം വരുന്നത്, ഇവിടെ ഇപ്പോൾ ഒരുപാട് കറണ്ട് കൂടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യാം, ഈ കോയിൽ കൂടാം, ടെമ്പറേച്ചർ കൂടാൻ പറ്റും, കോയിലും സ്പ്രിംഗ് അറേഞ്ച്മെന്റ് എന്ത് ചെയ്യും, ടെമ്പറേച്ചർ കൂടും. അപ്പോൾ തന്നെ എന്ത് ചെയ്യാം, ഒരുപാട് ഡീവിയേഷൻ വന്നിട്ട് സ്പ്രിംഗ് കോൺസ്റ്റന്റ് എന്ത് ചെയ്യാം, നഷ്ടപ്പെടും. സ്പ്രിംഗിന്റെ ആ ഒരു എലാസ്റ്റിക് ബിഹേവിയർ എന്ത് ചെയ്യാൻ പറ്റും, നഷ്ടപ്പെടാൻ പറ്റും. അപ്പോൾ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, പിന്നെ അത്രയും തിരിച്ച് എന്ത് ചെയ്യത്തില്ല, സീറോയിൽ തന്നെ വന്ന് നിൽക്കത്തില്ല. അതാണ് നിങ്ങൾ ലാബിൽ നോക്കിക്കഴിഞ്ഞാൽ ചില ഗാലനോമീറ്റർ അമ്മീറ്ററിലൊക്കെ കറക്റ്റ് സീറോയിലായിരിക്കും റീഡിങ് നിൽക്കുന്നത്. ശരിക്കും അതെന്താണ്, അത് തെറ്റായിട്ട് പിള്ളേർ എടുത്ത് യൂസ് ചെയ്യുന്നതാണ്. കാരണം ഡയറക്റ്റ് വല്ല കറണ്ടിൽ കൊടുത്തതിന് ശേഷം എന്ത് ചെയ്യും, സീറോ ഡീവിയേഷൻ മാറി നിൽക്കും. അത് ശരിക്കും അവിടെ ഈ സ്പ്രിംഗിന്റെ വേരിയേഷൻ ആണ് എന്ത് ചെയ്യുന്നത്, അതവിടെ വരുന്നത്. ഇത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും, ആ സ്ക്രൂ വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് ക്ലിയർ ആവും. പക്ഷെ എന്താ, അതേപോലെയാണ് ഈ വോൾട്ട് മീറ്ററിൽ അവിടെ എന്ത് ചെയ്യാം, ഒരുപാട് ടെമ്പറേച്ചർ കൂടുമ്പോൾ അവിടെ ഇതിലൊരു ഡീവിയേഷൻ വരാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ കൊടുക്കാത്ത മാക്സിമം കറണ്ട് എന്ത് ചെയ്തിട്ടുണ്ട്, 20 ആംപിയറിൽ റെസ്ട്രിക്ട് ചെയ്തിട്ടുണ്ട്. സാധാരണ ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്ത ഒരു വോൾട്ട് മീറ്ററിൽ
അതിന്റെ കറണ്ട് എന്ത് ചെയ്തിട്ടുണ്ട് 20 ആംപിയർ നമ്മളിവിടെ റിസ്ട്രിക്ട് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ എന്ത് ചെയ്യാം, ഫ്രീക്വൻസി കൂട്ടിയാൽ ഫ്രീക്വൻസി കൂടുന്ന സമയത്ത് ഇവിടെ ഓസിലേഷൻസ് കൂടും. ആ ഒരു മെക്കാനിക്കൽ ഇതിനെ ഭേദിച്ചുകൊണ്ട് എന്ത് ചെയ്യും, അവിടെ ഓസിലേഷൻസ് കൂടും നമ്മുടെ കോയിൽസും വെച്ചിട്ട് ആ ഒരു പോയിന്ററിന്റെ. അപ്പൊ അതുകൊണ്ട് ഹൈ ഫ്രീക്വൻസി റേഞ്ച് ആണെങ്കിൽ എന്ത് ചെയ്യണം, വേറെ ഓൾട്ടിമീറ്റേഴ്സ് ആയിരിക്കും യൂസ് ചെയ്യേണ്ടത്. അപ്പൊ നമ്മൾ ഇപ്പോൾ പറഞ്ഞ ഓൾട്ടിമീറ്റേഴ്സ് എന്ത് ചെയ്യേണ്ട, അതിനെ യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഇവിടെ ഇതിന്റെ ഇൻ ബിറ്റ്വീൻ ആയിട്ട് നമുക്ക് ആ ഒരു ഇൻഡക്ടൻസിന്റെ കേസ് ഒക്കെ വന്നുകൊണ്ടാണ് എന്ത് ചെയ്തത്, ഫേസ് ഫൈയുടെ കാര്യമൊക്കെ വന്നത്. ഇല്ലെങ്കിൽ ഇപ്പോൾ ഫേസ് നോക്കേണ്ട ഇക്വേഷൻ കുറച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സിംപ്ലിഫൈ ചെയ്യാൻ പറ്റുമായിരുന്നു. ഓക്കെ, അപ്പൊ ഇത്രയാണ് നിങ്ങളുടെ AC സർക്യൂട്ട്. അപ്പോൾ കോയിൽ, ചോക്ക് കോയിൽ എന്നൊരു പ്രോബ്ലം ആണ്. And iron core choke coil takes 4 ampere when connected to 20 volt DC supply. It takes 4 ampere at 100 volt AC when connected to 50 Hz AC and comes to 200 volt. Power 200 volt ആണ്. ഇംപിഡൻസ് വേണം, പവർ ഫാക്ടർ വേണം, അയൺ കോർ ലോസ് വേണം, അതുപോലെ തന്നെ ഇൻഡക്ടൻസ് വേണം. അപ്പൊ ഇംപിഡൻസ് അറിയാൻ പറ്റും, EZ is equal to ERMS by IRMS ആണ്. 100/4 ചെയ്യുമ്പോൾ 25 ഓം കിട്ടും ഇംപിഡൻസ്. പവർ ERMS IRMS cos phi ആണ്. അപ്പൊ cos phi യുടെ വാല്യൂ നമുക്ക് എന്ത് ചെയ്യണം, ദാറ്റ് ഈസ് cos phi തന്നിട്ടില്ലല്ലോ ഇവിടെ. cos phi നമുക്ക് എടുക്കാം, പവർ ഫാക്ടർ വെച്ച് എന്ത് ചെയ്താൽ മതി, cos phi എടുക്കാൻ പറ്റും. പവർ തന്നിട്ടുണ്ട്, ദാറ്റ് ഈസ് 200 into is equal to 200 is equal to 100 into 4 into cos phi കിട്ടും. പവർ cos phi, പവർ ഫാക്ടർ cos phi is equal to എന്താണ് എടുക്കേണ്ടത്, ദാറ്റ് ഈസ് പവർ ഫാക്ടർ. പവർ ഫാക്ടർ അല്ലേ, പവർ ഫാക്ടർ ആയിട്ട് പവർ ഫാക്ടർ is cos phi ആണ് പവർ ഫാക്ടർ എന്ന് പറയുന്നത്. 200/400 which is equal to 1/2 എന്ന് കിട്ടും. ഇനി ടോട്ടൽ പവർ ലോസ് ആണെങ്കിൽ ലോസ് ഇൻ ദ റെസിസ്റ്റൻസ് പ്ലസ് അയൺ കോർ ലോസ്. അപ്പോൾ റെസിസ്റ്റൻസിലെ ലോസ് പ്ലസ് അയൺ കോർ ലോസ് ആണ് എന്ത്, നമ്മുടെ ടോട്ടൽ ലോസ് എന്ന് പറയുന്നത്. അപ്പോൾ ലോസ്, ഇതിൽ ലോസ് എടുക്കാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി, നമുക്കിവിടെ 20 വോൾട്ട് ആണ് നമ്മൾ DC സപ്ലൈ കൊടുക്കുന്നത്. ഓക്കെ, ഒരു 20 വോൾട്ട് കൊടുക്കുന്നുണ്ട്. അപ്പൊ അവിടുത്തെ റെസിസ്റ്റൻസ് ഇൻറ്റു എന്ത് ചെയ്യുക, സോറി ആംബിയർ കറണ്ടിന്റെ വോൾട്ടേജ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും, കറണ്ടിന്റെ വോൾട്ടേജ് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ റെസിസ്റ്റൻസ് കിട്ടും. അപ്പൊ ഇവിടെ ടോട്ടലി നമുക്ക് 200 എന്തുണ്ട്, പവർ 200 ആണ്. പവർ 200 is equal to ലോസ് ഇൻ റെസിസ്റ്റൻസ് മൈനസ് പ്ലസ് അയൺ ലോസ്. അപ്പൊ ടോട്ടൽ ലോസ് എന്ന് പറയുന്നത് എന്തായിരിക്കും, ആ റെസിസ്റ്റൻസിന്റെയും അയൺ ലോസിന്റെയും കേസ് ആണ് വരുന്നത്. ദാറ്റ് ഈസ് 200 is equal to 20 into 4 പ്ലസ് അയൺ ലോസ് കിട്ടും. ആൻഡ് അയൺ ലോസ് is equal to എന്താണ്, 200 minus 80. അപ്പൊ 120 വാട്ട്സ് ആണ് എന്ത് ചെയ്യുന്നത് അവിടെ ലോസ് ആയിട്ട് പോകുന്നത്. ഇവിടുത്തെ ഈ ഒരു ലോസ്, ഈ 80 വാട്ട്സ് എവിടെ പോകുന്നുണ്ട്, അത് റെസിസ്റ്റൻസിന് അവിടെ ലോസ് ആയി പോകുന്നു. ബാക്കി അയൺ കോറിലും 120 വാട്ട്സ് എന്ത് ചെയ്യുന്നു, അവിടെ ലോസ് ആവുകയാണ്. ഇനി എഫക്റ്റീവ് റെസിസ്റ്റൻസ് ഓഫ് ദ കോയിൽ R is equal to P/I² ആണ്. അത് റെസിസ്റ്റൻസ് കോയിൽ, ആ ഒരു കോയിലിന്റെ റെസിസ്റ്റൻസ് ആണ്. 200/16 എന്ന് കിട്ടും. ഐയുടെ വാല്യൂ 4 ആണല്ലോ, 4 ആംപിയർ ആണ്. അപ്പൊ അത് കിട്ടും 16 കിട്ടും, is equal to 12.5 വോൾട്ട് കിട്ടും. ഇനി ഇത്രയും കണ്ടുപിടിച്ച് ഇൻഡക്റ്റീവ് റിയാക്ടൻസ് എടുക്കാൻ പറ്റും, കാരണം ടോട്ടൽ ഇംപിഡൻസ് നമുക്ക് അറിയാം. അതേപോലെ തന്നെ ആ ഒരു റെസിസ്റ്റൻസിന്റെ വാല്യൂ അറിയാം. ഇൻഡക്റ്റീവ് റിയാക്ടൻസ് കിട്ടും, which is equal to 21.65 ഓം എന്ന് കിട്ടും. ഇൻഡക്ടൻസ് ഓഫ് ദ കോയിൽ XL/2πf ആണ്. ഓക്കെ, 21.65/2π into 50 ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, ഇൻഡക്ടൻസും കിട്ടും. അപ്പൊ ഇതുപോലത്തെ ബന്ധപ്പെട്ടിരുന്ന ക്വസ്റ്റ്യൻസ് ആണ് ഈ വന്നിട്ടുള്ളത്. ഇതുമായിട്ട് റിലേറ്റഡ് പ്രത്യേകിച്ചൊന്നുമില്ല, ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് തന്നെയാണ്. ചെയ്തു നോക്കാം, ഈ ക്വസ്റ്റ്യൻസ് കൂടി ഒന്ന് ചെയ്തു നോക്കാം. അല്ലെങ്കിൽ നോക്കിയതിന് ശേഷം എന്ത് ചെയ്യാം, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എക്സാമിനേഷന് മുന്നേ ചോദിക്കാം. ഓക്കെ.